അറിയാം എവിഡൻസ് എന്ന് പറയുന്നത് ഫ്രം വിച്ച് വേർഡ് ദിസ് എവിഡൻസ് ഹാസ് ബീൻ ഡിറൈവ്ഡ്, എവിടെന്നാ എവിഡൻസ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്? This is derived from a Latin word which means evidence. അതായത് EVDENS എന്നാണ് അതിന് പറയുന്നത്. EVDIDENS. സോ വാട്ട് ഈസ് എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഷോ ക്ലിയർലി, അതായത് എന്താണെന്നുള്ളത് വളരെ നമുക്ക് ക്ലിയറും സ്പെസിഫൈഡും ആയിരിക്കണം. നമ്മളൊരു എവിഡൻസ് എടുക്കുമ്പോൾ ദാറ്റ് എവിഡൻസ് ഷുഡ് ബി എ ജെന്യുവിൻ വൺ, ആൻഡ് ആ ഒരു ജെന്യുവിനിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. സോ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പോലെ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, എവിഡൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് വൈ വി ഗീവ് ഇമ്പോർട്ടൻസ് ടു എവിഡൻസ്, ബിക്കോസ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ടു വെൻ വി ഹാവ് ടു പണിഷ് എ പേഴ്സൺ. ഒരു ആള് ഒരു തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ആ പണിഷ്മെന്റ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ there should be evidence, and ആ എവിഡൻസിൽ നിന്നുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റണം. സോ എപ്പോഴും എവിഡൻസ് എന്ന് പറയുന്നത് മാറ്ററിങ് ഇഷ്യൂവിലാണ്, അതായത് എന്താണോ ഇഷ്യൂ ഫാക്റ്റിൽ ബേസ്ഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എവിഡൻസ് എന്ന് പറയുന്നത്. എവിഡൻസ് ഓഫ് ലോ കാട്ടി എവിഡൻസ് ഓഫ് ഫാക്റ്റിനാണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഒരു ഫാക്ച്വൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് നിയമമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നതിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പൊ ഒരാള് മർഡർ ചെയ്തു, എ മർഡർഡ് ബി എന്ന് പറയുമ്പോ എ ആണോ ബി എ മർഡർ ചെയ്തത്? അപ്പൊ അത് വരുമ്പോ ആദ്യം നമ്മൾ അവിടെ പ്രൂവ് ചെയ്തെടുക്കേണ്ടത് മർഡർ എന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ മർഡർ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ ആണോ ബി എ കൊന്നത്. അങ്ങനെയാണെങ്കിൽ എക്ക് ഏത് നിയമമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അപ്പൊ എ മർഡേർഡ് ബി എന്ന് പറഞ്ഞാൽ എ ബി എ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എ ആണ് ബി എ കൊന്നതെന്ന് പറയാൻ പറ്റൂല. ആദ്യമായിട്ട് നമ്മൾ അവിടെ നോക്കേണ്ടത് ശരിക്കും ബി എ ഒരാള് കൊന്നതാണോ? അങ്ങനെയാണ് കൊന്നതാണെങ്കിൽ അത് എ ആണോ കൊന്നത്? അങ്ങനെ എ കൊന്നിട്ടുണ്ടെങ്കിൽ ആ ഏത് നിയമപ്രകാരമാണ് എക്ക് നമ്മൾ ശിക്ഷ വിധിക്കേണ്ടത്? ഇങ്ങനെയുള്ള 3-4 ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എവിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ടെന്ന് പറയുന്നത് ഒരാളുടെ കേൾവി നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില എക്സംഷൻസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഡൈങ് ഡിക്ലറേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മള് മൂന്നാമതൊരാളത്തെ ഒരു ഡൈങ് ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ സർട്ടൺ സർക്കംസ്റ്റൻസസ് ബാക്കി സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസും കൂടെ നമുക്ക് ക്ലിയർ ആക്കി വെക്കാൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയർസേ എവിഡൻസ് ക്യാൻ ഓൾസോ ബി ടേക്കൻ ആസ് എ എവിഡൻസ്. പക്ഷെ നോർമൽ കോഴ്സിൽ ഒരാൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല. സോ ഇയർസേ എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ ഫാക്ട്. ഇത് നമുക്ക് ഒരു പണിഷ്മെന്റിനോട്ട് നമുക്കൊരു ഇയർസേ എവിഡൻസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ബെസ്റ്റ് എവിഡൻസ് റൂൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ കുറെ എവിഡൻസസ് നമ്മളെ മുമ്പിലുണ്ടെങ്കിലും ഏത് എവിഡൻസ് വെച്ചാണോ നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് വിടുതൽ ചെയ്യാൻ പറ്റുന്നത്. സോ എപ്പോഴും എവിഡൻസ് ലോയില് നമ്മളൊരു ബെസ്റ്റ് എവിഡൻസ് റൂൾ ആയിരിക്കും നമ്മൾ എടുക്കുക. ഒരുപാട് എവിഡൻസസ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവാം. ആ എവിഡൻസിൽ നിന്ന് ഏറ്റവും നല്ല എവിഡൻസ് ഏതാണോ ആ എവിഡൻസിനാണ് നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എവിഡൻസ് ലോയില് ഒരാളെ ഒരു ഫാക്ടിന് ഇഷ്യൂവില് റെലവൻസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു കൺക്ലൂസീവ്നെസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ലോയിൽ മാത്രം നിന്നുകൊണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്നുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. ഫോർ വാട്ട്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ ലോ ആണ്, ഒരു എക്സ്ക്ലൂസീവ് ലോ അല്ല. വിച്ച് ഫോർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അതർ ലോസ്. വേറെ നിയമങ്ങളുടെയും ഒരു പാർട്ട് ആൻഡ് പാർസൽ ആവുകയാണ്. എവിഡൻസിന്റെ ബേസിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആ പണിഷ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ ചിലപ്പോൾ IPC പ്രകാരമായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ CPC പ്രകാരമായിരിക്കാം. കാരണം എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ആപ്ലിക്കബിൾ ബോത്ത് ഇൻ സിവിൽ കേസസ് ആസ് വെൽ ആസ് ക്രിമിനൽ കേസസ്. അപ്പം അതില് നമുക്ക് ഒരിക്കലും ഒരു എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ് അല്ലെങ്കിൽ അതൊരു എക്സ്ക്ലൂസീവ് ആക്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ഇൻക്ലൂസീവ് ആക്ട് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ സോ മെനി അതർ ലോസ്. പല ലോസിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു എൻക്വയറി നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട് ആൻ എക്സ്ക്ലൂസീവ്
1 എന്ന് പറഞ്ഞു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ റൂൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഒരിക്കലും റൂൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഒബ്സർവ് ചെയ്യാതെ നമുക്ക് എൻക്വയറീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു എൻക്വയറി നടത്തി ഒരാളെ നമ്മൾ പണിഷ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ പണിഷ്മെന്റിന് അയാളെ വിധേയമാക്കുന്നതിന് മുമ്പേ തന്നെ വി ഷുഡ് ഗീവ് ഹിം എ ചാൻസ് ടു വാട്ട് ഹി ഹാസ് ടു സേ. അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് പറയുക എന്നുള്ളത് അയാളുടെ ഒരു ധർമ്മമാണ്. നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു ധർമ്മമാണ്. അപ്പൊ അത് നമ്മൾ അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. സോ എപ്പോഴും നമ്മളൊരു നാച്ചുറൽ ജസ്റ്റിസ്, ഇപ്പൊ നമുക്ക് അറിയാം ഇന്നയാളെ കൊന്നു, ഇറ്റ് ഈസ് ക്ലിയർ കട്ട്, നമുക്ക് അത് നന്നായിട്ട് നമുക്ക് അറിയാം ഇന്നയാള് തന്നെയാണ് ഇന്നയാളെ കൊന്നത്, അതിന് വേറെ പ്രൂഫ് ഒന്നും വേണ്ട. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഒരു റൂൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ എപ്പോഴും എവിഡൻസ് ലോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഇതിൽ വരുന്നത്, അതായത് എവിഡൻസിൽ വരുന്നത്. ഒന്നാമത്തത് ഫാക്ട്, രണ്ടാമത്തത് ഫാക്ടിന് ഇഷ്യൂ ആണ്. സോ ഈ ഫാക്ട് നമ്മൾ പഠിക്കുമ്പോൾ ഫാക്റ്റും റെലവെന്റ് ഫാക്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് നോക്കേണ്ടി വരും. ഫാക്ട് എന്ന് പറയുന്നത് എ മർഡേർഡ് ബി, ദാറ്റ് ഇസ് എ ഫാക്ട്. എ എന്ന ആള് ആരെ കൊന്നു? ബിയെ കൊന്നു. അതിന് വരുന്ന റെലവെന്റ് ഫാക്ട് എന്ന് പറയുന്നത് മർഡേർഡ് എന്നുള്ളതാണ്, കൊന്നോ എന്നുള്ളതാണ് റെലവെന്റ് ഫാക്ട് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. മറ്റേന്ന് പറഞ്ഞൊരു ഫാക്ട് ആണ്. ആ ഒരു ഫാക്റ്റിൽ നിന്നുകൊണ്ട് നമ്മളൊരു റെലവെന്റ് ഫാക്റ്റിലോട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ ചിലപ്പോ അയാളെ കൊന്നതല്ല, അയാൾ അബദ്ധത്തിൽ വീണതാണ്. there we cannot say that A murdered B. എ മർഡേർഡ് ബി എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ എയുടെ കയ്യാൽ തന്നെ ആര് മരിച്ചിരിക്കണം? ബി മരിച്ചിരിക്കണം. സോ എ മർഡേർഡ് ബി എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആണെങ്കിൽ ആ ഫാക്റ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ അകത്തുള്ള റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് എന്താണ്? മർഡർ തന്നെ ആണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഫാക്ട്? എന്താണ് ഫാക്ട് എന്നുള്ളതാണ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ എനി സ്റ്റേറ്റ് ഓഫ് തിങ്സ് ആണ്. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് തിങ്സിനെ നമ്മൾ ഫാക്ട് എന്ന് പറയുന്നു. ഒരാള് പാളയം മാർക്കറ്റിൽ വെച്ച് കൊല്ലപ്പെടുകയാണെങ്കിൽ അയാള് പാളയം മാർക്കറ്റിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതൊരു ഫാക്ട് ആണ്. ഹി വാസ് മർഡേർഡ് അറ്റ് പാളയം മാർക്കറ്റ്. പക്ഷെ അതിലോട്ട് പോയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവരും? ഫാക്ടിന്റെ അകത്ത് നമ്മൾ കൊണ്ടുവരും. പാളയം മാർക്കറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു റെലവെന്റ് ഫാക്ട് ആയിട്ട് നിൽക്കുമ്പോൾ ആ പാളയം മാർക്കറ്റിൽ വെച്ച് അയാൾ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. സോ ഫാക്ട് മീൻസ് ദി സ്റ്റേറ്റ് ഓഫ് തിങ്സ് വിച്ച് കണക്ട് ദി റെലവെന്റ് ഫാക്ട്. ആ റെലവെന്റ് ഫാക്ടിനെ കണക്ട് ചെയ്യുന്ന ഫാക്ടിനെയാണ് നമ്മള് റെലവെന്റ് ഫാക്ടിനെ കണക്ട് ചെയ്യുന്ന മെറ്റീരിയൽ തിങ്സിനെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. ഈ ഫാക്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രം ആവുന്നതില്ല, മെന്റൽ കണ്ടീഷൻസും ആവാം. ഒരു മെന്റൽ കണ്ടീഷനെ നമ്മൾ ഫാക്ട് എന്ന് പറയും. ഒരാൾ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ ഒരു കാര്യം ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് മെന്റൽ സ്റ്റേറ്റ്. അയാളുടെ ആ മെന്റൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ അവിടെ ഫാക്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അയാൾ ആ മെന്റൽ സ്റ്റേറ്റിൽ എത്തി എന്നുള്ളത് നമുക്ക് ഈ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് നമുക്ക് പലയിടങ്ങളിലും നമുക്ക് എടുക്കേണ്ടി വരും. ആ ഫാക്റ്റിൽ നിന്നുകൊണ്ട് അയാൾ ആ മാനസിക വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് ഒരാളെ കൊന്നു എന്നുള്ള ആ കൊന്നു എന്നുള്ളതാണ് അവിടുത്തെ റെലവെന്റ് ഫാക്ട്. ആ കൊല്ലാനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മാനസിക വിഭ്രാന്തി വരാം. ആ മാനസിക വിഭ്രാന്തി വരാനുള്ള ബാക്കി കാരണങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടി വരും? ഫാക്ട് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഫാക്ട് എടുക്കുമ്പോൾ വി ഗിവ് ഇമ്പോർട്ടൻസ് ടു റെലവെന്റ് ഫാക്ട്. ആ ഒരു റെലവെന്റ് ഫാക്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അഡ്മിസബിലിറ്റി കൊടുക്കാവുന്ന എവിഡൻസ് ആണ്. ഒരാളെ മർഡർ ചെയ്തു എന്ന് പറയുന്ന മർഡേർഡ് എന്നുള്ളത് ദാറ്റ് ക്യാൻ ബി അഡ്മിസബിൾ ആസ് ആൻ എവിഡൻസ്. ആ അഡ്മിസബിലിറ്റിയിൽ നിന്നുകൊണ്ടാണ് വെദർ എ മർഡേർഡ് ബി എന്നുള്ള ഫാക്ടിന് ഇഷ്യൂയിലോട്ട് നമ്മൾ പോകുന്നത്. സോ നമ്മള് ഫാക്ട് ഉണ്ട്, ഫാക്ടിന്റെ അകത്ത് നിന്നുകൊണ്ട് റെലവെന്റ് ഫാക്ട് ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടിന് ഇഷ്യൂലാണ്. എന്താണ് ഫാക്ടിന് ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റെലവെന്റ് ഫാക്ടിൽ നിന്നുകൊണ്ട് നമ്മൾ എടുക്കുന്ന അഡ്മിസബിലിറ്റി ആക്കുന്ന എവിഡൻസസിനെയാണ് നമ്മൾ ഫാക്ടിന് ഇഷ്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ മർഡേർഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർഡേർഡ് എന്നുള്ളത് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടിന് ഇഷ്യൂ ആണ്. ആ ഫാക്ടിന് ഇഷ്യൂ എന്ന് പറയുന്ന മർഡർ ആണ്, കൊന്നു. ആ കൊന്നു എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അഡ്മിസബിലിറ്റി ഒക്കെ കൊടുക്കാൻ പറ്റും. അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഈ റെലവെന്റ് ഫാക്റ്റും ഫാക്ടിന് ഇഷ്യൂ നമുക്ക് റിജക്ട് ചെയ്യാവുന്നതുമാണ്. എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ദിസ് ക്യാൻ ബി റിജക്റ്റഡ് ബൈ ദി കോർട്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി റിമോട്ട്.
നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കണക്റ്റഡ് ആയിട്ടുള്ളതിനെയാണല്ലോ നമ്മൾ ഫാക്റ്റും റെലവെന്റ് ഫാക്റ്റ് എന്നും പറയുന്നത്. ഇതിനൊരു കണക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ ഇത് സംതിങ് വെരി റിമോട്ട്, പണ്ട് എപ്പോഴോ നടന്ന ഒരു സംഭവം. ആ ഒരു സംഭവത്തിന് ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതിന് നമുക്കൊരു ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സപ്പോസ് നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ഫാക്റ്റുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും നമുക്ക് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു റെലവെന്റ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കോടതിക്ക് തോന്നുകയാണ് ഈ ഒരു അഡ്മിഷൻ നടത്തുന്നത്, ഈ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പോൺ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട് കേട്ടോ. കോടതിക്ക് തോന്നുകയാണ് ഇയാൾ പറയുന്നത് എന്തോ ഒരു സൂപ്പർഫ്ലോയസ് നേച്ചറിലുള്ളതാണ്, അത്ര വിശ്വസിക്കാൻ യോഗ്യത വരുന്നില്ല, അയാൾ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു എന്താ പറയാ, നമ്മൾ പറയത്തില്ലേ എന്തൊക്കെയോ ഒരു വൈമുഖ്യം ഉണ്ടെന്ന് പറയത്തില്ലേ, പറയുന്നതിനോട് കോൺട്രഡിക്ഷൻ വരുന്നു. അങ്ങനെയുള്ളതിനെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല, നമുക്കൊരു റെലവെന്റ് ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഫാക്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് സർട്ടൻ ലീഗൽ റൈറ്റ് ഓർ ലൈബിലിറ്റി വിച്ച് ക്യാൻ ബി ഇൻഫ്രിഞ്ച്ഡ് അപ്പോൺ എ പേഴ്സൺ. ഒരാൾക്ക് ഒരു ലൈബിലിറ്റി നമുക്ക് ഇൻഫ്രിഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫാക്ടിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഫാക്ടിൻ ഇഷ്യൂ ആണ് നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ഫാക്ടിൻ ഇഷ്യൂവിൽ നിന്ന്, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെലവെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഇഷ്യൂവിനെയാണ് നമ്മൾ ദാറ്റ് ഈസ് ഹാവിംഗ് സർട്ടൻ ലീഗൽ റൈറ്റ്. ആ ഒരു ലീഗൽ റൈറ്റിനെ which has something to do with the enquiry. So അതിന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റണം. ഒരു പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പല രീതിയിൽ പ്രൂവ് ചെയ്യാം. അതിന് നമുക്ക് പ്രൈമറി എവിഡൻസസ് എടുക്കാം, സെക്കൻഡറി എവിഡൻസസ് എടുക്കാം, ഓറൽ എവിഡൻസ് എടുക്കാം, ഡോക്യുമെന്ററി എവിഡൻസസ് എടുക്കാം. ഇതെല്ലാം നമുക്ക് പ്രൂഫിന് വേണ്ടി എടുക്കാവുന്നതാണ്. അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എവിഡൻസിനും ഓറൽ എവിഡൻസിനും നമ്മൾ ഒന്ന് അപ്പർ ഹാൻഡ് കൊടുക്കും. പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എവിഡൻസസിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസസ് എന്ന് പറയുന്നത്. സെക്കൻഡറി എവിഡൻസസും ഡോക്യുമെന്ററി എവിഡൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എവിഡൻസ് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ വേറെയുള്ള എവിഡൻസസിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സെക്കൻഡറി എവിഡൻസസ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസസ് എന്ന് പറയുന്നത്. സോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചപ്പോൾ ഒരുപാട് കേസസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തെല്ലാം പറയുന്നത് വി ഗിവ് ഇമ്പോർട്ടൻസ്, ദാറ്റ് ഈസ് ഒരു ഡയറക്റ്റ് ആൻഡ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ് നമ്മൾ വരുമ്പോഴത്തേക്ക് വി ഷുഡ് ഗിവ് അപ്പർ ഹാൻഡ് ടു ദി ഡയറക്റ്റ് എവിഡൻസ്. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസിന് നമ്മൾ രണ്ടാമതേ കൊടുക്കത്തുള്ളൂ. ഒരാളെ കൊല്ലുന്നത് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിറ്റ്നസ് വന്ന് ഡയറക്ട്ലി കോടതിയുടെ മുമ്പിൽ പറയണേ ഇന്നയാളെ കൊല്ലുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്ന അതിനോട് അയാള് പൂർണ്ണമായും നിലനിൽക്കുകയാണ്, അയാൾ ഹോസ്റ്റൈൽ ആവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് വിറ്റ്നസ് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതേസമയം അയാൾ പറയുന്നതിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാനും പറ്റില്ല. സോ ദാറ്റ് വി മേ ഗോ ഇൻ ടു സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ്. ആൻഡ് ദാറ്റ് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല. എന്തിനെ, ഡയറക്റ്റ് എവിഡൻസിനെ ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല. സോ ഡയറക്റ്റ് എവിഡൻസസിന് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കാറുണ്ട്. സോ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ് ആയാലും ഡോക്യുമെന്ററി എവിഡൻസസ് ആയാലും സെക്കൻഡറി എവിഡൻസസ് ആയാലും ഇതെല്ലാം നമ്മളൊരു സെക്കൻഡറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഡയറക്റ്റ് എവിഡൻസ് ആൻഡ് ഓറൽ എവിഡൻസ് ആർ ഗിവൺ പ്രൈം ഇമ്പോർട്ടൻസ് വെൻ വി കം ടു ദി എവിഡൻസ്. എവിഡൻഷ്യൽ ലോസ്, എവിഡൻസ് ലോസുമായിട്ട് വരുമ്പോൾ ഇതിന് രണ്ടിനുമാണ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ മർഡേർഡ് ബി അല്ലെ, ഈ മർഡേർഡ് ബി, ഇയാളെ എ ബിയെ കൊല്ലുന്നത് സി കണ്ടു എന്നിരിക്കട്ടെ. സോ അയാളെ വിറ്റ്നസ് ആയിട്ട് നമുക്ക് കോടതിയിൽ വരുത്താവുന്നതാണ്. അങ്ങനെ വരുന്ന വിറ്റ്നസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആവും, ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, മൂന്നാമത് ഒരാളെ കണ്ടിട്ട് അയാൾ വന്ന് കോടതിയിൽ സാക്ഷി പറയുകയാണ്. സോ ഈ ബിക്കംസ് ആൻ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു ചാൻസ് വിറ്റ്നസസ് വരാം. ചാൻസ് വിറ്റ്നസസ് എന്ന് പറഞ്ഞാല് അയാള് ആ സമയത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അയാളെ അറിഞ്ഞോ അറിയാതെയോ ആ സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. സോ ബൈ ചാൻസ് ഹി ഈസ് കമ്മിങ് ടു എ പ്ലേസ് വെയർ ദി ആക്സിഡന്റ് ഈസ് ഒക്കറിങ്. ഈ ആക്സിഡന്റ് നടന്നെടുത്ത് അയാൾ അറിഞ്ഞോ അറിയാതെ വന്ന് പെടുകയാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ചാൻസ് വിറ്റ്നസ് എന്ന് പറയാം. പക്ഷെ ചാൻസ് വിറ്റ്നസ് ആയിട്ട് എടുക്കുമ്പോഴും അതുപോലെ ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയിട്ട് എടുക്കുമ്പോഴും അവരുടെ എവിഡൻസിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം വേറൊന്നും കൊണ്ടുമല്ല, അതിനെ കുറിച്ച് ടെസ്റ്റ് നമ്മൾ ലേ ഡൗൺ ചെയ്യും. ചിലപ്പോ ചാൻസ് വിറ്റ്നസ് ആയിട്ട് വരുന്ന ഒരു ആവശ്യമില്ലാതെ ഒരാൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is some type of എന്തോ ഒരു ദുരൂഹത ഉള്ള പോലെ തോന്നാം. അപ്പൊ കോടതി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വിറ്റ്നസ് എവിഡൻസ് കോടതി സ്വീകരിക്കും, അഡ്മിസബിലിറ്റി ആക്കും.
പക്ഷേ അതേസമയം തന്നെ കോടതി കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കും. വെദർ ദിസ് പേഴ്സൺ ഈസ് ഹാവിംഗ് എനി എനിമിറ്റി വിത്ത് ദി അതർ പേഴ്സൺ, ഏതെങ്കിലും രീതിയിലുള്ള എനിമിറ്റി മറ്റേ ആളുമായിട്ട് ഉണ്ടായിരുന്നോ, ആ എനിമിറ്റിയിൽ നിന്നുകൊണ്ടാണോ അയാള് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിയത്, അയാൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതെല്ലാം ഒരു ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഇതില് അയാൾക്ക് പോസിറ്റീവായിട്ട് മാറുകയാണ്. ഈ വാസ് എ ചാൻസ് വിറ്റ്നസ്, അയാൾക്ക് ഒന്നും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അയാൾ അറിയാതെ അവിടെ വന്നു പോയതാണ് എന്ന് കോടതിക്ക് 101% ബോധ്യപ്പെടുകയാണെങ്കിൽ ചാൻസ് വിറ്റ്നസസിന്റെയും ഇൻഡിപെൻഡന്റ് വിറ്റ്നസസിന്റെയും മൊഴികൾ കോടതി സ്വീകരിക്കുന്നതാണ്. ഇതുപോലെ വരുന്ന ഒരു വിറ്റ്നസ് ആണ് അക്കംപ്ലിസ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അക്കംപ്ലിസ് വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പസാക്ഷിയായി മാറുകയാണ്. ദാറ്റ് ഈസ് ഈ വാസ് ഒരു കൂട്ടുപ്രതി ആയിരുന്നു, പക്ഷെ ലേറ്റർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് he has changed the mind, അയാള് മൈൻഡ് ചേഞ്ച് ചെയ്യുകയാണ്. സോ നൗ he has become an accomplice, അയാള് അതിലൊരു അക്കംപ്ലിസ് ആയി മാറുകയാണ്. സോ he has now become an approver, ഒരു മാപ്പ് സാക്ഷിയായിട്ട് അയാളെ നമ്മൾ കോടതി മാറ്റുന്നതാണ്. ഇവിടെയും അയാൾ അക്കംപ്ലിസ് ആവുമ്പോഴത്തേക്ക് അയാൾ കൊടുക്കുന്നതും നമ്മളെ ചാൻസ് വിറ്റ്നസും ഇൻഡിപെൻഡന്റ് വിറ്റ്നസും പോലെ തന്നെയാണ്. അക്കംപ്ലിസിന്റെ എവിഡൻസസിനും കോടതി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടേ തന്നെ കോടതി എന്ത് ചെയ്യാറുണ്ട്, കൊറോബറേഷൻ നടത്താറുണ്ട് വിത്ത് അതർ എവിഡൻസസ്. ബാക്കിയുള്ള എവിഡൻസസുമായിട്ട് ഒന്ന് കൊറോബറേറ്റ് ചെയ്ത് നോക്കും. കൊറോബറേറ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം അവിടെ നമുക്ക് ആ ഒരു എവിഡൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെല്ലാം കോടതി ആ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാറുള്ളൂ. അപ്പൊ ചാൻസ് വിറ്റ്നസ് ആയാലും ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് ആയാലും അക്കംപ്ലിസ് ആയാലും എല്ലാം വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഒരു അഡ്മിസിബിലിറ്റി ഉണ്ടാവും. പക്ഷെ ആ ഒരു അഡ്മിസിബിലിറ്റിയിൽ മാത്രം നിന്നുകൊണ്ട് കോടതി എന്ത് ചെയ്യാറില്ല, ഒരാളെ പണിഷ് ചെയ്യാറില്ല. സോ ദാറ്റ് കോർട്ട് വിൽ ഗോ ഇൻ ടു കൊറോബറേറ്റിംഗ് വിത്ത് അതർ എവിഡൻസസ്. അതുപോലെ തന്നെ ഒരു എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസ് നടത്താനായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വരികയാണ്, ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ എവിഡൻസ് നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇപ്പം ഒരു വിറ്റ്നസ് വന്നു, പക്ഷെ അന്ന് ദിവസം കോടതിക്ക് അത് നടത്താൻ പറ്റില്ല, അത് നീണ്ടു പോവുകയാണ് എന്നിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ എവിഡൻസ് നമുക്ക് സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് കോസ്റ്റ് ഡ്യൂ ടു സർട്ടൻ ഡിലേ വിച്ച് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ, അങ്ങനെയുള്ള എക്സാമിനേഷനെയാണ് നമ്മൾ ബിലേറ്റഡ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് എല്ലാം നമ്മൾ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കാറുണ്ടല്ലോ, ഒരു ക്രൈം നടന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും അല്ലെ, ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പോലീസ് സമ്മൺ ചെയ്യുന്നത് വിറ്റ്നസസ് ആയിട്ട് സമ്മൺസ് അയക്കുന്നവരെ നമ്മൾ പഞ്ചാസ് എന്നാ പറയുന്നത്, PANCHAS. ആൻഡ് പഞ്ചാസില് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്, ഇവർ കൊടുക്കുന്ന മൊഴികളെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പഞ്ചനാമ എന്ന് പറയുന്നത്. സോ പഞ്ചനാമ ഈസ് എ റെക്കോർഡ് ഓഫ് വാട്ട് എ പഞ്ച സീസ്. പഞ്ച കാണുന്ന എന്താണോ, വിറ്റ്നസസ് കാണുന്നത് എന്താണോ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ പഞ്ചനാമ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പഞ്ചനാമ ക്യാൻ ബി യൂസ്ഡ് ആസ് എവിഡൻസ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ. അത് നമുക്ക് കോടതിയുടെ മുമ്പിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ 2-3 കാര്യങ്ങൾക്കാണ് എവിഡൻസ് ലോയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബർഡൻ ഓഫ് പ്രൂഫും സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫും. ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരാണോ ഒരു കാര്യം നടന്നു എന്നും പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ വരുന്നത്, ഈ ഹാസ് ടു പ്രൂവ് ദാറ്റ് ദസ് ആക്ട് ഹാസ് ബീൻ കമ്മിറ്റഡ് ബൈ ദി അതർ പേഴ്സൺ. മറ്റേ ആൾ ഇത് നടത്തി എന്നുള്ളത് ആരാണോ മറ്റേയാൾ ക്രൈം ചെയ്തു എന്നും പറഞ്ഞ് കോടതിയുടെ മുമ്പിലോട്ട് വരുന്നത്, he has to prove it, right? So അതിനെയാണ് നമ്മൾ burden of proof എന്ന് പറയുന്നത്. So he is having a burden of proof to prove the particular case. അതുപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ്. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൂഫിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺവിൻസിങ് ഉണ്ടാവണം. നമുക്ക് പറയുന്ന നമ്മൾ കൊടുത്ത ഒരു മെറ്റീരിയൽ, പ്രൂഫായിട്ട് കൊടുത്ത ഒരു മെറ്റീരിയൽ കോടതിക്ക് തോന്നണം ഇതൊരു ട്രൂത്ത്ഫുൾ ആണ്, ഇത് സത്യസന്ധമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് കോടതിയെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റണം. വാട്ട് എവർ മെറ്റീരിയൽ വി ആർ പ്രൊഡ്യൂസിംഗ് ബിഫോർ ദി കോർട്ട്, we have to convince it before the court of law that whatever has been given by the parties അത് ട്രൂത്ത് ആണ് എന്നുള്ളത്. സോ ആ ഒരു കൺവിൻസിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൂഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു റീസണബിൾ മാൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളൊരു കള്ളനെന്നും പറഞ്ഞിട്ട് അയാൾ എപ്പോഴും പറയുന്നത് കള്ളത്തരമാണെന്ന് ഒരിക്കലും കോടതി വിശ്വസിക്കത്തില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഒരു കള്ളനായാലും ചില കാര്യങ്ങൾ അയാൾ വരുന്നത് സത്യസന്ധമായിട്ടുള്ളതായിരിക്കും. സോ വി കനോട്ട് ഗീവ് ഒരു ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. ദാറ്റ് ഈസ് ഒരു ആള് തരുന്ന പ്രൂഫ്
തെറ്റാവാം എന്ന് നമുക്ക് ഒരിക്കലും ഒരു ഡിസിഷനിലോട്ട് പോകാൻ പറ്റില്ല. ഫോർ ദാറ്റ് ഓൾസോ കോടതി എന്ത് ചെയ്യുന്ന അറിയാമോ, ആ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വാട്ട് കോർട്ട് വിൽ ഡു ഇസ് ദാറ്റ് കോർട്ട് വിൽ കൊറോബറേറ്റ് ദി എവിഡൻസസ് വിത്ത് അതർ എവിഡൻസ്. ബാക്കിയുള്ള എവിഡൻസസുമായിട്ട് ഒരു കൊറോബറേഷൻ നടത്തും. ആൻഡ് ഇഫ് എനി ടൈപ്പ് ഓഫ് ഡൗട്ട് അറൈസസ്, ഒരു റീസണബിൾ ഡൗട്ട് ആണ്, ചെറിയ ചെറിയ ഡൗട്ട്സ് ഓക്കെയാണ്, പക്ഷെ കോടതിക്ക് ഈ ഒരു പ്രൂഫ് പ്രൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൂഫ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റീസണബിൾ ഡൗട്ട് എറൈസ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് സം പേഴ്സൺ ഈസ് ട്രൈങ് ടു ഇൻഫ്ലുവൻസ് അദർ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കുന്നില്ല എന്നൊക്കെ കോടതിക്ക് തോന്നുകയാണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ബി ടേക്കൺ ആസ് എ കൺക്ലൂസീവ് പ്രൂഫ് ബൈ ദി കോർട്ട്. അത് കോടതി എന്തായിട്ട് എടുക്കില്ല, അത് ഒരു പ്രൂഫ് ആയിട്ട് കോടതിക്ക് എടുക്കത്തില്ല. സോ ഒരു റീസണബിൾ ഡൗട്ട് കൊണ്ടുവരാത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാനായിട്ട്, നമ്മൾ മെറ്റീരിയൽസ് കോടതിയുടെ മുമ്പിൽ നമ്മൾ ലേ ഡൗൺ ചെയ്യാനായിട്ട്. ആൻഡ് ദിസ് റീസണബിൾ ഡൗട്ട് എന്ന് പറയുന്നത് ഒരു ഫെയർ ഡൗട്ട് ആണ്. ഒരു ഫെയർ ഡൗട്ട് ആണ് കോടതിയുടെ മുമ്പിൽ വരുന്നത്. ആൻഡ് ഇപ്പൊ ഒരു കോമൺ മാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും, കോടതി പറയുന്നത് വെറുതെ അല്ല, എന്തോ രീതിയിലുള്ള ഒരു ഡൗട്ട് അവിടെ കോടതിക്ക് വന്നുകൊണ്ടാണ്. സോ കോർട്ട് ഷുഡ് ഓൾസോ ബി കൺവിൻസ്ഡ് ദാറ്റ് ദ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രൂഫ് ആയിരുന്നു എന്നുള്ളത് ആരും കൺവിൻസ്ഡ് ആവണം, കോർട്ടും കൺവിൻസ്ഡ് ആവണം. അതുപോലെ തന്നെ വരുന്നതാണ് നമുക്ക് കോർപ്പസ് ഡെലിസിറ്റി എന്ന് പറയുന്ന. വാട്ട് ഈസ് കോർപ്പസ് ഡെലിസിറ്റി? കോർപ്പസ് ഡെലിസിറ്റി എന്ന് പറയുന്നത് ചില മരണങ്ങളൊക്കെ നടക്കുന്നു. സോ ഡെത്ത് ബോഡി സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ് എന്നാണ് പറയുന്നത്. ചില മരണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വലിയ എവിഡൻസ് ഒന്നും പുറത്തുനിന്ന് കിട്ടുന്നില്ലെങ്കിലും നമുക്ക് ആ ഡെഡ് ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു എവിഡൻസ് കിട്ടും. അതാണ് ഫോറൻസിക് എക്സ്പേർട്സ് ട്രൈ ചെയ്യാൻ നോക്കുന്നത്. അതിന് ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ്സ് കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ ബോഡി ഇത് കാണുകയോ ഒക്കെ ചെയ്യാനായിട്ടാണ് ഫോറൻസിക് എക്സ്പേർട്സ് അതിനാണ് ശ്രമിക്കുന്നത്. സോ അങ്ങനെ എല്ലാ കേസുകളിലും നമ്മൾ വേറൊരു എവിഡൻസ് തേടി പോകേണ്ട കാര്യമില്ല. ചില കേസസ് വരുമ്പോ ഒരു ഡെഡ് ബോഡി തന്നെ അവനെ ആരാണ് കൊന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോർപ്പസ് ഡെലിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കോർപ്പസ് ഡെലിസിറ്റി വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് സംവൺ അതർ ആർ ടു പ്രൂവ്. ചിലപ്പോൾ വേറൊരാൾ അത് പ്രൂവ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. കാരണം ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു, അയാളുടെ റേപ്പ് ചെയ്തതിന്റെ ഫുൾ ഇതുണ്ട്, നമുക്ക് ബോഡി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, റേപ്പിസ്റ്റ് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബൈ എക്സാമിനിങ് ദ ബോഡി. ദെൻ വേറൊരു പ്രൂഫ് നമുക്ക് അവിടെ ആവശ്യമായി വരത്തില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ആയിട്ട് കോടതി എടുക്കുമ്പോൾ there lies a burden of proof upon the other person to prove that. ആരെയാണോ നമ്മള് മർഡറർ ആയിട്ട് കണക്കാക്കുന്നത്, ആരാണോ ഇവിടെ ഒഫൻഡർ ആവുന്നത്, he is also having a right at the same time to prove that he has not done the act. അയാൾ ആ ആക്ട് നടത്തിയിട്ടില്ല എന്നുള്ളത് അയാൾക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്തെടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ആൻഡ് ബർഡൻ ഓഫ് പ്രൂഫ് ചില കേസസ് വരുമ്പോൾ ദേ മേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അത് നമുക്ക് ചില കേസസ് വരുമ്പോൾ ഒരു പ്രൂഫ് കോടതി എടുക്കുമ്പോൾ അത് കോടതിക്ക് ആ പ്രൂഫ് ഫുള്ളി കൺവിൻസ്ഡ് ആണെങ്കിൽ അത് വെച്ച് ഒരാളെ പണിഷ് ചെയ്യാൻ പോകുമ്പോൾ മറ്റേയാൾക്ക് ആ പണിഷ്മെന്റിന് മുമ്പേ അയാൾക്ക് പ്രൂവ് ചെയ്തെടുക്കാം എന്താണ്, ഞാൻ ഈ ക്രൈം ചെയ്തിട്ടില്ല എന്ന്. സോ എ ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് അപ്പോൺ ദി അതർ പേഴ്സൺ. സോ ചില കാര്യങ്ങൾ വരുമ്പോൾ, ചില കേസസ് വരുമ്പോൾ നമുക്കിത് രണ്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, രണ്ടും ചിലപ്പോൾ കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ടു ഈച്ച് അതർ എന്നുള്ള രീതിയിൽ പോകേണ്ടി വരും. അതുപോലെ തന്നെ വരുന്നതാണ് അപ്രിസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്രിസിയേഷൻ ഓഫ് ദി എവിഡൻസ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ്, കുറെ എവിഡൻസസ് ചിലപ്പോൾ കോടതിയുടെ മുമ്പിൽ വരാം അല്ലെ. അങ്ങനെ കുറെ എവിഡൻസസ് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ഏതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാം. അതിനെയാണ് നമ്മൾ അപ്രിസിയേഷൻ ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് 3 രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്, പ്രൂവ്ഡ്, ഡിസപ്രൂവ്ഡ് ആൻഡ് നോട്ട് പ്രൂവ്ഡ്. ഒരു എവിഡൻസ് വരുമ്പോൾ പ്രൂവ് ചെയ്യാം, കോടതിയുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം, അത് പ്രൂവ്ഡ് ആണ്. വാട്ട് ഈസ് ഡിസപ്രൂവ്ഡ്? ഡിസപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാറ്റേഴ്സും കണക്കാക്കി കഴിയുമ്പോൾ കോർട്ടിന് അതിനൊരു വിശ്വാസം വരുന്നില്ല. കോർട്ട് ഈസ് നോട്ട് കൺവിൻസ്ഡ് വിത്ത് ദ പ്രൂഫ് ബിഫോർ ഇറ്റ്. അതിനെയാണ് നമ്മൾ ഡിസപ്രൂവ്ഡ് എന്ന് പറയുന്നത്. കോർട്ട് അത് ഡിസപ്രൂവ് ചെയ്യാണ്. നോട്ട് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ദ അതർ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു പ്രൂവ് ദാറ്റ് വാട്ട് എവർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദി കോർട്ട് ഈസ് നോട്ട് ജെന്യുവിൻ. ആ ജെന്യുവിനിറ്റി പ്രൂവ് ചെയ്തെടുക്കാൻ മറ്റേ പാർട്ടിക്ക് പറ്റുന്നില്ല. സോ ഇതിനെയാണ് നമ്മൾ പ്രൂവ്ഡ്, ഡിസ്പ്രൂവ്ഡ് ആൻഡ് നോട്ട് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. ഡിസ്പ്രൂവ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിസപ്രൂവ്ഡ് ബൈ ദി കോർട്ട്. കോടതി തന്നെ ഡിസപ്രൂവ്ഡ് ചെയ്യുന്നതാണ്
നോട്ട് പ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്ക് അത് പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ജെന്യുവിനിറ്റി ആ പ്രൂഫിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റേ പാർട്ടിക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ നോട്ട് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇതുപോലെ തന്നെ വരുന്നതാണ് പ്രിസംഷനും വരും. അതായത് ഒരു കേസ് വരുമ്പോഴത്തേക്ക് ചില ഇത് വരുമ്പോഴത്തേക്ക് കോടതിക്ക് ഒരു പ്രിസംഷൻ വയ്ക്കാം. ഇപ്പൊ പ്രിസംഷൻ ഓഫ് ലെജിറ്റിമസി ഒക്കെ വരും പോലെ തന്നെ ഒരു പ്രിസംഷൻ കോടതി എടുക്കാം. അത് 3 രീതിയിലാണുള്ളത്. ദാറ്റ് ഈസ് മേ പ്രസ്യൂം, ഷാൽ പ്രസ്യൂം ആൻഡ് കൺക്ലൂസീവ്. മേ പ്രസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പ്രസന്റിൽ നിൽക്കുകയാണ്, കോർട്ട് മേ പ്രസ്യൂം ഇങ്ങനെ ആവാം എന്ന് കോടതി പ്രസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു കേസ് വരുമ്പോഴത്തേക്ക് പ്രിസംഷൻ ഓഫ് ലെജിറ്റിമസി വരുമ്പോഴത്തേക്ക് എന്താണ്, ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണോ എന്നുള്ളത് കോടതി ഇങ്ങനെ പ്രസ്യൂം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ഒരു ഡൈവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സമയത്തിനകമാണ് കുട്ടി ജനിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കോടതിക്ക് ചില ലെജിറ്റിമസി ഒക്കെ കോർട്ടിന് ഇഫ് ദേ ആർ ലിവിംഗ് ഫോർ എ വെരി ലോങ് പീരീഡ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിന് ജനിച്ച കുട്ടി ഒരു ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് എന്നൊക്കെ ഉള്ളത് കോടതിയുടെ ഒരു പ്രസംഷൻ ആണ്. സോ ഈച്ച് ദ കോർട്ട് മേ പ്രസ്യൂം ദാറ്റ് ദ ചൈൽഡ് ഈസ് ലെജിറ്റിമേറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷാൾ പ്രസ്യൂം ആണ്. ചിലത് വരുമ്പോഴത്തേക്ക് കോടതിക്ക് ഇപ്പൊ ഒരു പ്രസംഷൻ നടത്താൻ പറ്റില്ല, ബട്ട് ത്രൂ ദി എന്താ പറയാ ആ കേസ് മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ ത്രൂ ദി ആർഗ്യുമെന്റ്സിലൂടെ കോടതി എന്ത് ചെയ്യും, ഒരു പ്രിസംഷനിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഷാൾ പ്രസ്യൂം എന്ന് പറയുന്നത്. സോ ആദ്യമേ ഒരു പ്രിസംഷൻ കോടതി എടുക്കുന്നതിന് നമ്മൾ മേ പ്രസ്യൂം എന്ന് പറയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഷാൾ പ്രസ്യൂം. ഒരു ഷാൾ പ്രസ്യൂം എന്നാണ്, അതായത് ആർഗ്യുമെന്റ്സിലൂടെ ഒരു പ്രിസംഷനിൽ എത്തുന്നതിനെയാണ് നമ്മൾ ഷാൾ പ്രസ്യൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രിസംഷൻ എന്ന് പറഞ്ഞ പ്രിസംഷനിൽ നിന്നുകൊണ്ട് ചില സമയങ്ങളിൽ കൊടുത്ത ഒരു പ്രൂഫിനെ ഒരു കൺക്ലൂസീവ് പ്രൂഫായിട്ടും കോടതികൾ മാറ്റാറുണ്ട്. സോ ഇവിടെ ഒരു കൺക്ലൂസീവ് പ്രൂഫ്, ഒരു പ്രിസംഷനെ ഒരു കൺക്ലൂസീവ് പ്രൂഫായിട്ട് എടുക്കുമ്പോൾ കോർട്ടിന് ആ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ഒരു the court should be able to convince by itself. കോടതിക്ക് തന്നെ ഒരു കൺവിൻസ് ചെയ്യാൻ പറ്റണം, ഇത് ക്ലിയർ ആണ്, ഇത് സത്യമാണ്, ഇതിന്റെ അപ്പുറം പോവാനുള്ള സാധ്യത കുറവാണ്. സോ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺക്ലൂസീവ് പ്രൂഫ്. ദാറ്റ് ഈസ് നത്തിങ് ടു ബീറ്റ് ദം. അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു പ്രൂഫും കോടതിയുടെ മുമ്പിൽ ഇനി വരാനുള്ള സാധ്യത കുറവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺക്ലൂസീവ് പ്രൂഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് എവിഡൻസസ് ഉണ്ട്, സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഉണ്ട്. ഈ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസിനെ നമ്മൾ വേറൊരു പേരിൽ പറയും, ദാറ്റ് ഈസ് എവിഡൻസ് ഓഫ് റെലവൻസ് ആക്ട് എന്നാണ് പറയുക. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 3 ഓഫ് ദി ആക്ടിന്റെ അകത്ത് വാട്ട് ഈസ് റെലവെന്റ് എന്ന് പറയുന്നുണ്ട്. റെലവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാക്റ്റുമായിട്ട് വേറൊരു ഫാക്റ്റിന് ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം, ആ ഒരു ഫാക്റ്റിന് ഇഷ്യൂ ഇവിടെ ഒരു റെലവൻസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. സപ്പോസ് എ എന്ന് പറയുന്ന ആള് ബിയുടെ വീട്ടിലോട്ട് കയറിപ്പോയി, ബിയുടെ വീട്ടിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അവിടെ ഒരു മർഡർ നടക്കുന്നു, ബിയെ കൊല്ലുന്നു. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു റെലവെന്റ് ഉണ്ട് അവിടെ. എന്താണ്, എ എന്ന് പറയുന്ന വ്യക്തി ഇന്ന സമയത്ത് ആ വ്യക്തിയിലോട്ട് കയറുകയും 9 മണിക്ക് വീട്ടിലോട്ട് കയറുകയും 9:15 അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആൾ മരണപ്പെടുകയും ചെയ്യുന്നു. സോ അത് നമുക്കൊരു റെലവെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദി ഫാക്ടിൻ ഇഷ്യൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഫാക്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, റെലവെന്റ് ഫാക്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ സെക്ഷൻ 3 പറയുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റി എന്ന് പറയാം. ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിച്ച് ഈസ് ട്രാൻസാക്ഷൻ വിച്ച് ഈസ് സോ മച്ച് നിയറർ ടു ദി ക്രൈം. അതിനെയാണ് നമ്മൾ റെസ് ജസ്റ്റി എന്ന് പറയുക. ആ ഒരു കാര്യം ആ ഒരു ക്രൈമുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതിനെ ഒന്ന് കോൺട്രഡിക്ട് ചെയ്യാനുള്ള സമയം ആർക്ക് കിട്ടുന്നില്ല, ആരാണോ വിക്റ്റിമായിട്ടുള്ളത് അവർക്ക് അതിനൊന്ന് മാറ്റി പറയാനുള്ള സമയം അതിന്റെ ഇടയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവര് പറയുന്ന എവിഡൻസസിനെ നമുക്ക് എന്താക്കി എടുക്കാം, ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഇതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് റെസ് ജസ്റ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഫോമിംഗ് പാർട്ട് ഓഫ് എ സെയിം ട്രാൻസാക്ഷൻ, വിച്ച് ഫോം പാർട്ട് ഓഫ് എ സെയിം ട്രാൻസാക്ഷൻ. ഇതിന് വന്നിട്ടുള്ള ഒരു കേസ് ഉണ്ട്, ദാറ്റ് ഈസ് രത്തൻ വേഴ്സസ് ദി ക്വീൻ. രത്തൻ വേഴ്സസ് ദി ക്വീൻ. ഈ രത്തൻ വേഴ്സസ് ദി ക്വീൻ എന്ന് പറയുന്ന കേസില് നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നോൺ ആൻഡ് അതുപോലെ തന്നെ വി കനോട്ട് ഐസൊലേറ്റ് ഇറ്റ്. നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ വി കനോട്ട് ഐസൊലേറ്റ് എനി പാർട്ട് ഓഫ് ഇറ്റ്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം വേണ്ട എന്ന് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റെസ് ജസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇറ്റ്സെൽഫ്
may help us to find out the offender in a crime. ഈ ഒരു ട്രാൻസാക്ഷൻ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഓഫ് ക്രൈമിൽ നിന്നുകൊണ്ട് തന്നെ who is the real offender എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനും പറ്റും. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ റെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒരുപാട് കേസസ് വന്നിട്ടുണ്ട്. ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞതുപോലെ തന്നെ R വേഴ്സസ് ബെഡിംഗ്ഫീൽഡിന്റെ കേസ് ഉണ്ട്. അതായത് ത്രോട്ട് കട്ട് ചെയ്ത് വന്നപ്പം വന്നിട്ട് അവര് പറയുന്നത് who and what Bedingfield has done to me. സോ ഇത് കോടതി ശരിക്കും സ്വീകരിച്ചില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഷീ കൻ കോൺട്രഡിക്ട് ദി സ്റ്റേറ്റ്മെന്റ്. അവർക്ക് വേണമെങ്കിൽ മാറ്റി പറയാനുള്ള ഒരു സമയം അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ കേസിൽ കോടതി ബെഡിംഗ്ഫീൽഡിനെ ശിക്ഷിക്കാതെയാണ് ഇരുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷനുമായിട്ട് വളരെ അടുത്തായിരിക്കണം. ആ ട്രാൻസാക്ഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിന് ആ ക്രൈം നടത്തിയത് ആരാണ് എന്നുള്ളത് നമുക്ക് ആ ഫാക്റ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ആൻഡ് റെസിസ്റ്റൻസി ആൻഡ് ഇയർസി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇയർസി എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് which is made by a person who was not at the scene of happening of an event. അല്ലെ, ആ ഒരു കൃത്യം നടന്ന സ്ഥലത്ത് അയാൾ ഇല്ലായിരുന്നു. പക്ഷെ അയാൾ അത് ഇവിടുന്ന് കേട്ട് കേൾവി ചെയ്ത കാര്യമാണ് അയാൾ കോടതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ മുമ്പിലോ പറയുന്നത്. സോ അങ്ങനെയുള്ളതെന്ന് പറയുന്നത് ഇയർസി എവിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്മിസിബിൾ എവിഡൻസ്. അത് നമുക്ക് ഒരിക്കലും അഡ്മിസിബിൾ എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതേ സമയം തന്നെ ഇയർസി എവിഡൻസ് നമുക്ക് റെസിസ്റ്റൻസിയുടെ ഒരു റൂൾ ആക്കി എടുക്കാം. അതിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. അതായത് ഒരാൾ പറയുകയാണ്, ഇപ്പൊ R വേഴ്സസ് ഫോസ്റ്ററിന്റെ കേസിൽ അങ്ങനെയാണ് ഡിസിഷൻ വന്നത്. അതായത് ഒരാള് ഒരിടത്തോട്ട് ഒരു വെഹിക്കിൾ വിറ്റ്നസ് സീൻ എ സ്പീഡിംഗ് വെഹിക്കിൾ ടുവേഴ്സ് എ പർട്ടിക്കുലർ ഏരിയ. അപ്പൊ അതെന്ന് പറയുന്നത് ബട്ട് ഹി ഹാസ് നോട്ട് സീൻ ദി ആക്സിഡന്റ്. ഒരു സ്ഥലത്തോട്ട് ഭയങ്കര സ്പീഡിൽ ഒരു വണ്ടി പോകുന്നത് കണ്ട്, പക്ഷെ ഇയാൾ ആക്സിഡന്റ് കണ്ടിട്ടില്ല. അതെന്ന് പറയുന്നത് ആക്സിഡന്റ് നടന്നു എന്നുള്ളത് ഇയാളുടെ കേട്ടുകേൾവിയാണ്. പക്ഷെ ഇയാൾ എന്ത് കണ്ടു? ഭയങ്കര ദൂരത്തില് ഭയങ്കര സ്പീഡില് ഒരു വണ്ടി പോകുന്നത് കണ്ടു. അപ്പൊ ഈ ആക്സിഡന്റ് നടന്നത് അയാൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും, ആക്സിഡന്റ് നടന്നു എന്നുള്ളത് അയാൾക്ക് കേട്ടുകേൾവിയാണെങ്കിൽ പോലും, ദിസ് ഫോം പാർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. അത് ആ ഒരു സ്പീഡി വെഹിക്കിൾ പോകുന്ന കണ്ടു, ഈ സ്പീഡി വെഹിക്കിൾ ആണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ റെസിസ്റ്റൻസി പ്രിൻസിപ്പളില് ഇയർസി എവിഡൻസ് നമുക്ക് ചില കേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കേസ് കേട്ടോ. കേസിൽ ഡിപ്പെൻഡഡ് ആയിട്ട് ചിലതൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, നമുക്കൊരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇപ്പോഴ് 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഒരു ക്രൈമിന് നമുക്ക് ഇമ്പോർട്ടന്റ്. അതില് മോട്ടീവും, പ്രിപ്പറേഷൻ ആൻഡ് പ്രീവിയസ് ആൻഡ് സബ്സീക്വന്റ് കോണ്ടാക്ട്. പക്ഷെ ഇത് 3ഉം ഇറ്റ് ഈസ് നോട്ട് പണിഷബിൾ അക്കോർഡിംഗ് ടു ലോ. ഒരാളെ കൊല്ലണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും പണിഷബിൾ അല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അയാൾ നടത്തുന്നെങ്കിൽ അതും പണിഷബിൾ അല്ല. അയാൾക്ക് ഇതുപോലത്തെ സ്വഭാവം, അയാൾ നേരത്തെ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് ഇപ്പോ അയാളാണ് ഇയാളെ കൊന്നത് എന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ സബ്സീക്വന്റ് ആൻഡ് പ്രീവിയസ് കോണ്ടാക്ട് ഇതൊന്നും നമുക്കൊരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് നമുക്ക് കോടതിയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ സെക്ഷൻ 11 ഒരു കാര്യം പറയുന്നുണ്ട്, ദാറ്റ് ഇസ് ഫാക്ട്സ് നോട്ട് അതർവൈസ് റെലവന്റ് ബിക്കം റെലവന്റ്. ചില നോർമൽ സർക്കംസ്റ്റൻസിൽ ആ ഫാക്ട് റെലവന്റ് അല്ലായിരിക്കാം, പക്ഷെ നമ്മൾ അത് വേറുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ആ കേസിനൊരു ബലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു റെലവന്റ് ഫാക്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് നമ്മൾ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ ഫാക്ട്സ് നമുക്കൊരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു കണക്ട് വിത്ത് സം അതർ ഫാക്ട്, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വേറൊരു ഫാക്റ്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സെക്ഷൻ 11 കൊണ്ടുവരിക. ദാറ്റ് ഫാക്ട് ഓൾസോ വിൽ ബിക്കം റെലവന്റ്. അത് സെക്ഷൻ 11 നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സെക്ഷൻ 13 ആയിട്ട് ക്വസ്റ്റ്യൻ ഓഫ് കസ്റ്റം എറൈസസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 14 അകത്ത് മെന്റൽ സ്റ്റേറ്റ്, ഒരാളുടെ മെന്റൽ സ്റ്റേറ്റോ ബോഡി ഫീലിങ്ങോ അതൊക്കെ ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഫാക്ട് ഷോയിങ് എക്സിസ്റ്റൻസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓർ ബോഡി ഓർ ബോഡി ഫീലിംഗ്. അത് ആ ഒരാൾ ഒരു കൃത്യം ചെയ്യുമ്പോൾ അയാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് പറയുന്നത് സെക്ഷൻ 14 അത് പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 14 അകത്ത് 2-3 എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് വരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ പ്രൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത്
ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വഴിയെ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ഇറ്റ് beyond doubt that this person was having certain type of mental trauma അല്ലെങ്കിൽ ഒരു mental incapacity. ആ ഒരു സമയത്ത് he was not at a mental state to understand what he is doing എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റണം. അല്ലാതെ വെറുതെ നമുക്ക് പറഞ്ഞാൽ നമുക്കൊരു ഇയാളെ പറയുന്ന സമയത്ത് ഇയാളെ ചെയ്യുന്ന ശാന്തനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ കൺവിക്ട് ചെയ്യാനോ നമുക്ക് ഒരാളെ വെറുതെ വിടാനോ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രീവിയസ് കൺവിക്ഷൻ വരണല്ലോ, ഇയാള് ഇതുപോലത്തെ കുറ്റകൃത്യങ്ങൾ പണ്ട് നേരത്തെ നടത്തിയിട്ടുണ്ടോ, സെയിം പാറ്റേൺ ഓഫ് മർഡർ അല്ലെങ്കിൽ സെയിം പാറ്റേൺ ഓഫ് ഒഫൻസ് ഇയാൾ നേരത്തെ നടത്തിയിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം, നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സെക്ഷൻ 17 അകത്ത് അഡ്മിഷന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്മിഷന്റെ അകത്ത് നമ്മള് എന്താണ് എപ്പോഴാണ് അഡ്മിഷൻ റെലവെന്റ് ആവുന്നത്. അത് എപ്പോഴാണ് റെലവെന്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ആക്ടിന്റെ അകത്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന അഡ്മിഷനാണ് നമുക്ക് അഡ്മിഷൻ റെലവെന്റ് എന്ന് പറയുക. ആൻഡ് ചില സർക്കംസ്റ്റൻസസ് ഉണ്ട് എപ്പോഴൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ റെലവെന്റ് ആക്കാൻ പറ്റുന്നത്. സോ അതെല്ലാം മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 13 to 18 ആൻഡ് വാട്ട് എവർ സ്റ്റേറ്റ്മെന്റ് ഈസ് മെയ്ഡ് ബൈ എ പേഴ്സൺ ത്രൂ അഡ്മിഷൻ സംതിങ് ടു ഡു വിത്ത് ദി ഫാക്ട് ആൻഡ് റെലവെന്റ് ഫാക്ട്. ഫാക്റ്റും റെലവെന്റ് ഫാക്റ്റുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഒരാളെ പോയിസൺ കൊടുത്ത് കൊന്നു, ദാറ്റ് ഈസ് എ പേഴ്സൺ ഈസ് ചാർജ്ഡ് വിത്ത് കോസിങ് ഡെത്ത് ബൈ പോയിസണിങ്. സോ ഇതില് നമ്മൾ ഒരാൾ വന്ന് പറയാം ഞാൻ പോയിസൺ കൊടുത്താണ് ഇയാളെ കൊന്നത്, ഞാൻ ഈ പോയിസൺ ഇവിടെ നിന്ന് വാങ്ങിച്ചു. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എൻ അഡ്മിറ്റഡ് ഫാക്ട്. അത് നമുക്ക് അഡ്മിറ്റഡ് ഫാക്ട് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് വേവർ ഓഫ് പ്രൂഫ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എടുക്കാം. ചിലപ്പോൾ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് പ്രൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്മിഷൻസ് എടുക്കാം. അതുപോലെ തന്നെ വരുന്നതാണ് കാഷ്വൽ അഡ്മിഷൻസ് ഉണ്ട്. കാഷ്വൽ അഡ്മിഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി കോഴ്സ് ഓഫ് ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ചില അഡ്മിഷൻസിനെയാണ് നമ്മൾ കാഷ്വൽ അഡ്മിഷൻ എന്ന് പറയാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ബൈ ഓറൽ സ്റ്റേറ്റ്മെന്റ്. റൈറ്റിംഗിലാവാം അല്ലെങ്കിൽ ഓറൽ സ്റ്റേറ്റ്മെന്റിലാവാം. ചില കാര്യങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കേസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ ആ കാര്യത്തിന് പിന്നെ ഒരു റെലവൻസി വരാം. അങ്ങനെയുള്ള അഡ്മിഷനെയാണ് നമ്മൾ കാഷ്വൽ അഡ്മിഷൻ എന്ന് പറയും. അതില് ഇപ്പൊ കാഷ്വൽ അഡ്മിഷൻ ഞാനൊരു കാഷ്വൽ അഡ്മിഷൻ നടത്തുകയാണെങ്കിൽ ദ ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് അപ്പോൺ മീ ടു പ്രൂവ് ദാറ്റ് വാട്ട് എവർ അഡ്മിഷൻ ഐ ഹാവ് മെയ്ഡ് ഇസ് ട്രൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്ത് എടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് നമുക്ക് ഈ അഡ്മിഷൻ കൊടുക്കാവുന്നത്, അത് നമ്മൾ സെക്ഷൻ 18 നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 21 അകത്ത് പറയുന്നത് പ്രൂഫ് ഓഫ് അഡ്മിഷൻ അഗൈൻസ്റ്റ് പേഴ്സൺ മേക്കിംഗ് ദം ഓർ ബൈ ഓൺ ദെയർ ബിഹാഫ്. പിന്നെ കൺഫെഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എവിഡൻസ് ആക്ടിന്റെ അകത്ത് ഒരിടത്തും പറയുന്നില്ല, പക്ഷെ ഡെഫിനിഷൻ ഓഫ് അഡ്മിഷൻ ഈസ് ആപ്ലിക്കബിൾ ടു കൺഫെഷൻ. അത് സെക്ഷൻ 17 അകത്ത് അഡ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഓറൽ ഓർ ഡോക്യുമെന്ററി ആൻഡ് ഇറ്റ് സജസ്റ്റ് എനി ഇൻഫറൻസ് ടു ദി ഫാക്ട് ഓർ റെലവന്റ് ഫാക്ട് ഇഷ്യൂ. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ സിവിൽ പ്രൊസീഡിങ്സിൽ കൊടുക്കുന്നതിന് അഡ്മിഷൻ എന്നും നമ്മൾ ക്രിമിനൽ പ്രൊസീഡിങ്സിൽ കൊടുക്കുന്നതിന് നമ്മൾ കൺഫെഷൻ എന്നും പറയാറുണ്ട്. അതുപോലെ ഫോം ഓഫ് കൺഫെഷൻസ് ആയിട്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഉണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജുഡീഷ്യൽ ഓഫീസറിന്റെ മുമ്പെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു എൻക്വയറി ഓഫീസറിന്റെ മുമ്പെയോ വെക്കാത്ത കൺഫെഷനെയാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കൺഫെഷൻ ഉണ്ട്. സെക്ഷൻ 24 അകത്ത് കൺഫെഷൻ വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇൻഡ്യൂസ്മെന്റ്, ത്രെറ്റ് ഓർ പ്രോമിസ് ആണ്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ത്രെറ്റിൽ നിന്നുകൊണ്ടോ പ്രോമിസിൽ നിന്നുകൊണ്ടോ ഒരു ഇൻഡ്യൂസ്മെന്റിൽ നിന്നുകൊണ്ടോ നമ്മൾ കൊടുക്കുന്ന കൺഫെഷനെയാണ് ഇൻഡ്യൂസ്ഡ് കൺഫെഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡ്യൂസ്ഡ് കൺഫെഷൻ കനോട്ട് ബി ടേക്കൺ ആസ് എ കൺക്ലൂസീവ് പ്രൂഫ്. അത് നമുക്കൊരു കൺക്ലൂസീവ് പ്രൂഫ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഓഫീസർ ഓൾസോ കനോട്ട് ബി ടേക്കൺ ആസ് എ കൺക്ലൂസീവ് പ്രൂഫ്. ബട്ട് ഇഫ് എ പേഴ്സൺ ഈസ് ഗിവിംഗ് a confession to a magistrate in presence of a police officer, നമുക്കതൊരു പ്രൂഫ് ആയിട്ട് എടുക്കാവുന്ന. കാരണം അയാൾ കൺഫെഷൻ കൊടുക്കുന്നത് ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ്. പോലീസ് ഓഫീസറിന്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മാറ്റേണ്ട കാര്യം വരുന്നത് സെക്ഷൻ 32 ആണ്, വിച്ച് ഡീൽസ് വിത്ത് ഡൈയിങ് ഡിക്ലറേഷൻ. ആ ഡൈയിങ് ഡിക്ലറേഷന്റെ സെക്ഷൻ 32 പറയുന്നത് ഇപ്പൊ ഒരാൾ മരിച്ചു പോവുകയോ എന്തെങ്കിലും ഡിസബിലിറ്റി കാണണമോ അയാൾക്ക് വിറ്റ്നസ് ആയിട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു എ തേർഡ് പേഴ്സൺ. അയാൾക്ക് പറയാനുള്ളത് ഒരു മൂന്നാമതൊരാൾ വഴി അയാൾക്ക് കോടതിയിൽ പറയാവുന്നതാണ്.
സോ അതിനെയാണ് നമ്മൾ സെക്ഷൻ 32 പറയുന്നത്. ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു കനോട്ട് ബി കോൾഡ് ആസ് എ വിറ്റ്നസ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ. അയാൾക്ക് കോടതിയുടെ മുമ്പിൽ വന്ന് അയാൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നീ മരിച്ചുപോയി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസബിലിറ്റി കാരണം അയാൾക്ക് കോടതിയുടെ മുമ്പിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അയാൾ നിൽക്കുകയാണ്. സെക്ഷൻ 32 അതൊന്ന് മ്യൂട്ട് ചെയ്യുക. സെക്ഷൻ 32(1) സെക്ഷൻ 32(1) പറയുന്നത് ഇപ്പം ഇതാണ്, ഒരാള് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി കാരണമോ ഇഫ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ ഇസ് കോസ്ഡ് ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അഡ്മിസബിൾ ആക്കി എടുക്കാൻ പറ്റും. ഒരാൾ മരിച്ചുപോയി, അയാൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, ഡൈങ് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അയാൾ ആർക്കാണോ അയാളുടെ ഡൈങ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ളത് അവരുടെ എവിഡൻസ് നമുക്ക് കോടതിയുടെ മുമ്പിൽ ഒരു കൺക്ലൂസീവ് പ്രൂഫ് ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഈ ക്യാൻ കം ബിഫോർ ദി കോർട്ട് ആസ് ദിസ് പേഴ്സൺ ഹു ഹാസ് ഡൈഡ് to whom the evidence has been given and he can give the evidence. അയാൾക്ക് വന്ന് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അത് കോടതി ഒരു കൺക്ലൂസീവ് പ്രൂഫ് ആയിട്ട് എടുക്കും. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആക്ട് ആസ് എ പ്രൂഫ് ഫോർ പണിഷിംഗ് എ പേഴ്സൺ. അതൊരു ഒരാളെ പണിഷ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൂഫായിട്ട് മാറത്തില്ല, കൺക്ലൂസീവ് പ്രൂഫായിട്ട് മാറും. ആ പണിഷ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കോൺട്രഡിക്റ്റഡ് വിത്ത് അതർ സ്റ്റേറ്റ്മെന്റ്സ്. അത് വേറെ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പം ഒരു കേസ് വന്നിട്ടുണ്ട്, 1869 വന്നതാണ്, ഞാൻ പറഞ്ഞു തന്നു, R വേഴ്സസ് ജെങ്കിൻസിന്റെ കേസ്. ഇവിടെ ഡിക്ലറേഷൻ വാസ് മെയ്ഡ് ബൈ എ വിമൻ അണ്ടർ നോ ഹോപ്പ് ഓഫ് റിക്കവറി. മരിച്ചു പോകും എന്നുള്ള രീതിയിൽ തന്നെ ഒരു വുമൻ അവർക്ക് സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഡൈങ് ഡിക്ലറേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. ബട്ട് ഷീ റിക്കവർഡ്, അവർ റിക്കവർ ചെയ്ത് വന്നു. അങ്ങനെയുള്ളത് നമുക്ക് ഡൈങ് ഡിക്ലറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അറ്റ് ദി ടൈം when the case comes before the court of law, the person who has given the evidence should have died. മരിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കതൊരു ഡൈങ് ഡിക്ലറേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു അഡ്മിസബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കോസ് ഓഫ് ഡെത്ത് ഓഫ് എ പേഴ്സൺ, എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ളത്, ഇപ്പൊ ഒരു ഡൗറി കേസ് വരികയാണ്, ഡൗറി ഡെത്ത് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹറാസ്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് കോസ് ഓഫ് ഡെത്തിന്റെ ഒരു കാരണമാണ്. ആ കോസ് ഓഫ് ഡെത്തിന്റെ കാരണമാകുന്ന മെറ്റീരിയല് ദാറ്റ് ക്യാൻ ബി അഡ്മിസബിൾ ഇൻ ദി കോർട്ട് ഓഫ് ലോ. അപ്പൊ അത് ഇപ്പം ഒരു ഡൗറി ഡെത്ത് കേസ് വന്നു, അവര് മൊഴി എനിക്ക് നൽകുകയാണ് ആൻഡ് ദ പേഴ്സൺ ഡൈ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോടതിയുടെ മുമ്പിൽ പോയിട്ട് വാട്ട് ദ ഷീ ഹാസ് സെഡ് ടു മീ, അത് എനിക്ക് കോടതിയുടെ അടുത്ത് പറയാം. ഹറാസ്മെന്റ് നടന്നിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട്, ഐ എം എ തേർഡ് പേഴ്സൺ, റൈറ്റ്, എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കോടതിയുടെ മുമ്പിൽ പറയാം. പക്ഷെ അത് ഒരു അഡ്മിസബിൾ എവിഡൻസ് ആണ്. എല്ലാ എവിഡൻസും കോടതി അഡ്മിസബിൾ ആക്കി എടുക്കും. ബട്ട് ദ അഡ്മിസബിലിറ്റി ഡസന്റ് മീൻ ദാറ്റ് ദ പേഴ്സൺ വിൽ ബി കൺവിക്റ്റഡ്. അവര് കൺവിക്റ്റ് ആവുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞ കേസായിരുന്നു രവീന്ദ്രൻ നായർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കേസ്. അതുപോലെ തന്നെ ഇതിന് ഒരു എവിഡൻഷ്യറി വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഡൈങ് ഡിക്ലറേഷന് എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതൊരു റൂൾ ഓഫ് ലോ പ്രകാരം നമുക്ക് കൊടുക്കേണ്ടി വരും. ആൻഡ് ദിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൈങ് ഡിക്ലറേഷൻ കനോട്ട് കൺസിഡേർഡ് ആസ് എ സോൾ ബേസിസ് ഫോർ കൺവെൻഷൻ. അതൊരു കൺവിക്ഷന്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഡൈങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു വീക്കർ ടൈപ്പ് ഓഫ് എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് അതിനൊരു കൺക്ലൂസീവ്നെസ് കൊടുക്കുന്നില്ല എന്നും കരുതിയിട്ട് അതിനൊരു വീക്ക് ടൈപ്പ് ഓഫ് എവിഡൻസ് ആണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡൈങ് ഡിക്ലറേഷൻ ബൈ എ വിക്ടിം stand on an higher footing than the oral testimony which is given by a person who has seen it എന്നുള്ളതാണ്. ഒരാള് ഒരു ഡൗറി ഡെത്ത് നടക്കുന്നത് ഒരാൾ കാണുകയാണ്, ഒരാളെ സെക്ഷലി ഹറാസ് ചെയ്യുന്നത്, ഫിസിക്കൽ ഹറാസ്മെന്റ് വേറൊരാൾ കാണുകയും ഡൈങ് ഡിക്ലറേഷൻ വിക്ടിം കൊടുക്കുകയും ചെയ്യുമ്പോൾ വിക്ടിമിന്റെ മൊഴിക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കാം, ഹയർ ഫൂട്ടിങ് കൊടുക്കുക ദാൻ ദ പേഴ്സൺ ഹു ഹാസ് സീൻ ഇറ്റ്. അവർ കണ്ടവരെയും കാട്ടി ഡൈങ് ഡിക്ലറേഷൻ നമ്മൾ കുറച്ചും കൂടെ മുൻതൂക്കം നമ്മൾ കൊടുക്കാറുള്ളൂ. ഇനി അടുത്ത ദിവസം നമുക്ക് ഒപ്പീനിയൻ നോക്കാം. ഫോറൻസിക് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. അതുപോലെ തന്നെ പ്രിസംഷനും അടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നാളെ എപ്പോഴാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒപ്പീനിയൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞായിരുന്നു. ഒപ്പീനിയൻ വരുന്നത് സെക്ഷൻ 45 തൊട്ട് 51 വരെ ഉള്ളിടത്താണ് ഒപ്പീനിയൻ പറയുന്നത്.
ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഫോംസ് എ റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ ആണ്. അതായത് ഇപ്പൊ നേരിട്ടുള്ള ആളുകൾ എന്ന് പറയണ്ട. ഇപ്പൊ ഈ ഐ ആം എ വിക്ടിം, ഞാൻ പോയി നേരിട്ട് കോടതിയുടെ മുമ്പിൽ എനിക്ക് പറയുന്നതിനൊരു ഇതുണ്ട് അല്ലെ. പക്ഷെ ഒരു എനിക്ക് നടന്ന അനുഭവങ്ങൾ എനിക്ക് കോടതിയുടെ മുമ്പിൽ പറയാൻ പറ്റുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു ഒഫൻസ് നടക്കുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് കൂടുതൽ അതിൽ ആ ഒഫൻസിനെ കുറിച്ചും ഒഫൻഡറിനെ കുറിച്ചും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കോടതികൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഒപ്പീനിയൻ, എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ സ്വീകരിക്കാവുന്നതാണ്. അത് ഇറ്റ് ഈസ് പെർമിസിബിൾ അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻസ് ഓഫ് ലോ ആണ്. ആ ഒരു ഒപ്പീനിയന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് സെക്ഷൻ 45 മുതൽ 51 വരെയുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അകത്ത് പറയുന്നത്. അതില് പല രീതിയിലുള്ള അഡ്മിസിബിൾ, നമുക്ക് ഈ ഒരു ഒപ്പീനിയൻ തരുന്ന ഒരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയന് നമ്മളുടെ ആ എവിഡൻസിന്റെ അകത്ത് നമുക്ക് അഡ്മിസിബിലിറ്റി കൊടുക്കാവുന്നതാണ്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആ ഒരു ഒപ്പീനിയൻ ഓഫ് ദി എക്സ്പേർട്ടിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് ഒരാളെ പണിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ക്യാൻ ഫോം എ ആ ഒരു അഡ്മിസിബിലിറ്റി, ഇറ്റ് ക്യാൻ ഫോം എ പാർട്ട് ഓഫ് അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസ്. പാർട്ടാണ്, പാർട്ട് ഓഫ് അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസ്. ഇതില് സെക്ഷൻ 45 പറയുന്നത് നമുക്ക് ആരുടെയൊക്കെ ഒപ്പീനിയൻ എടുക്കാം എന്നുള്ളതാണ് സെക്ഷൻ 45ന്റെ അകത്ത് പറയുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് സേസ് ദാറ്റ് വി ക്യാൻ ടേക്ക് ദി ഒപ്പീനിയൻ ഓഫ് ആൻ എക്സ്പേർട്ട് ഇൻ ഫോറിൻ ലോ, അതുപോലെ സയൻസ്, ആർട്ട്, ഹാൻഡ് റൈറ്റിംഗ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ്, ഇവരുടെ എല്ലാം എക്സ്പേർട്ട് ഒപ്പീനിയൻ നമുക്ക് ഓരോ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പേർട്ട് ഒരു ഒപ്പീനിയൻ കൊടുത്താലും നമുക്കതൊരു അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസ് ആക്കാമെങ്കിലും ആ ഒരു അഡ്മിസിബിലിറ്റിയിൽ മാത്രം നിന്നുകൊണ്ട് ഒരാളെ പണിഷ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ജോലിയാണ്? കോടതിയുടെ ജോലിയാണ്. സോ ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട് വെദർ ടു പണിഷ് എ പേഴ്സൺ ഓർ നോട്ട് അക്കോർഡിംഗ് ടു ദി എക്സ്പേർട്ട് ഒപ്പീനിയൻ പ്രൊവൈഡഡ് ബിഫോർ ദി കോർട്ട്. ഒരു കോർട്ടിന്റെ മുമ്പിൽ വന്നിട്ടുള്ള എക്സ്പേർട്ട് ഒപ്പീനിയന് അനുസൃതമായിട്ട് ഒരാളെ പണിഷ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് ആർക്കാണ്? കോടതികൾക്കാണ്. നമുക്ക് ഒരിക്കലും ഒരു റൈറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് അപ്പോൺ ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫോറൻസിക് എക്സ്പേർട്സിന്റെയാണ്. ഫോറൻസിക് എക്സ്പേർട്ട് നമുക്കറിയാം, ഫോറൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്ലേസ് ഓഫ് ട്രയൽ ആണ്. ട്രയൽ നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഫോറൻസിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം എ ലാറ്റിൻ ടേം ഫോറം. ഫോറം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ് നമ്മൾ ഈ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ ഫോറൻസിക് എക്സ്പേർട്സിന്റെ, അതായത് പേഴ്സൺസ് ഹു ആർ വെൽ വേഴ്സ്ഡ് ഓർ എക്സ്പേർട്ട് ഇൻ ഫോറിൻ ലോ, സയൻസ്, ആർട്ട്, ഇവരെല്ലാം എന്ന് പറയുന്നത് ഫോറൻസിക് എക്സ്പേർട്സിന്റെ ഉള്ളിലാണ് വരുന്നത്. അവരുടെ പൊളിറ്റിക്കൽക്ക് അല്ലെങ്കിൽ അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ക്യാൻ ബി മെയ്ഡ് ആപ്ലിക്കബിൾ ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്രൈം. ഒരു ക്രൈമിന്റെ ഇൻവെസ്റ്റിഗേഷന് ഇവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ നമുക്ക് ഒരു ഫാക്ട് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കേസുകൾ നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ ഫോറൻസിക് എക്സ്പേർട്സിൽ വരുന്ന ഒരു ഇതാണ് ഒപ്പീനിയൻ ഇൻ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ നമുക്ക് എടുക്കാം. അതിൽ തന്നെ നമുക്ക് ഒരു കേസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്, കെ യാദവിന്റെ കേസ്, കെ യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, 1966 വന്ന കേസാണ്. കെ യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഇതില് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസില് ക്ലിയർ ആയിട്ട് പറയുന്ന എന്താന്ന് വെച്ചാല് ഒരു എയറിന്റെ, അതായത് തലമുടിയുടെ കളറും അതുപോലെ തന്നെ ലെങ്തും വച്ചുവരെ അതിന്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ എടുക്കേണ്ടതാണ്. അതായത് ഇവൻ ദ കളർ ഓഫ് ദി എയർ ആസ് വെൽ ആസ് ദി ലെങ്ത് ഓഫ് ദി എയർ, ലെങ്ത് ഓഫ് ദി എയർ, കളർ ഓഫ് ദി എയർ, അതുപോലെ തന്നെ പാറ്റേൺ. അതായത് നമ്മളുടെ ഈ ഒരു വിരലിന് വരെ ഓരോ പാറ്റേൺ ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു പാറ്റേൺ എല്ലാം എന്തെന്ന് പറഞ്ഞാൽ അതെല്ലാം എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ എവറി പാർട്ട് ഓഫ് എ ഹ്യൂമൻ ബോഡി ഇൻക്ലൂഡിങ് എയർ, സ്കിൻ, സ്കൾ എക്സെട്ര എല്ലാം നമുക്ക് എന്തായിട്ട് എടുക്കാം? നമുക്കൊരു ഫോറൻസിക് എക്സ്പേർട്ടിന്റെ ഒപ്പീനിയന് വിധേയമാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് കെ യാദവിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്നതാണ് ഒപ്പീനിയൻ വിത്ത് റിലേറ്റിംഗ് ടു റൈറ്റ് ഓർ കസ്റ്റം. അത് സെക്ഷൻ 48 പറയുന്നത്. സെക്ഷൻ 15 പറയുന്നത് ഒപ്പീനിയൻ വിത്ത് റിഗാർഡ് ടു റിലേഷൻഷിപ്പ് ആണ്. രണ്ടു പേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ കുട്ടി, അതിൽ നിന്ന് ജനിക്കുന്ന ഒരു കുട്ടിയുടെ ലെജിറ്റിമസി ക്ലെയിം ചെയ്ത് വരികയാണെങ്കിൽ ഒപ്പീനിയൻ ദാറ്റ് ദ പേഴ്സൺ ഇസ് ദീസ് ടു പേഴ്സൺസ് ആർ ലിവിംഗ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് നമുക്കൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ആ
ആ ഒരു ലോങ് റിലേഷൻഷിപ്പിൽ നിന്ന് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ലെജിറ്റിമസി ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇത് പറയുന്നതാണ് മിൽക്കി റാം വേഴ്സസ് മിൽക്കി റാമിന്റെ കേസിൽ. അതുപോലെ തന്നെ വരുന്നതാണ് ക്യാരക്ടർ. സെക്ഷൻ 52 തൊട്ട് 55 വരെ പറയുന്നത് ക്യാരക്ടർ ആണ്. ക്യാരക്ടർ എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ എങ്ങനെ ഗവേൺ ചെയ്യുന്നു, ഹൗ ദ ക്യാരക്ടർ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് എ പേഴ്സൺ, ഹൗ ദ ക്യാരക്ടർ പേവ് എ വേ ഫോർ എവിഡൻസ് എന്നുള്ളതാണ് സെക്ഷൻ 52 തൊട്ട് 55 വരെ ഉള്ളിടത്ത് പറയുന്നത്. ഇതില് എപ്പോഴും ക്യാരക്ടർ എങ്ങനെയാണ് നമുക്കൊരു അഡ്മിസിബിലിറ്റിയിലോട്ട് പോവാൻ പറ്റുന്നത് എന്നുള്ളത് പല കേസുകളിലും ഒരു ചോദ്യചിഹ്നമായി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും കോടതി പല കേസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാല്, ക്യാരക്ടർ എന്ന് പറയുന്നത് വെൻ വി ആർ ടേക്കിംഗ് എ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ക്യാരക്ടർ നമ്മൾ എടുക്കുമ്പോൾ വി ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ദാറ്റ് പേഴ്സൺ. അയാളെ നമ്മൾ ഒരിക്കലും അയാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന രീതിയിൽ കോടതിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. വി ഷുഡ് നോട്ട് അസാസിനേറ്റ് ദ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ ആണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ക്യാൻ ഡു ദി ക്യാരക്ടർ അസാസിനേഷൻ ഓഫ് എ പേഴ്സൺ. ആ ഒരാളുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ഒരാളെ കള്ളൻ എന്ന് മുദ്ര പെടുന്നതല്ല. അവൻ കള്ളം ചെയ്താൽ മാത്രമേ അവൻ കള്ളനായി മാറുന്നുള്ളൂ. വി കനോട്ട് സേ ദാറ്റ് അയാൾ നേരത്തെ കള്ളം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും അവൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ നമുക്ക് പറ്റത്തില്ല. സോ വി ക്യാൻ ഓൺലി ക്വസ്റ്റ്യൻ ദി ക്യാരക്ടർ ബട്ട് വി കനോട്ട് ക്യാരക്ടർ അസാസിനേറ്റ് എ പേഴ്സൺ എന്നുള്ളതാണ് പല കേസുകളിലൂടെ നമ്മൾ പറയുന്നത്. ഇതിന് ഒരാളുടെ ക്യാരക്ടർ എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും കോടതികൾ പല കേസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് കേസ് എന്ന് പറയുന്നത് ഇത് 1910 വന്നിട്ടുള്ള ഒരു കേസാണ് കേട്ടോ. ഇംഗ്ലീഷ് മാൻ വേഴ്സസ് ലജപത് റായ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് മാൻ വേഴ്സസ് ലജപത് റായ്, ഇതൊരു 1910 പ്രിവി കൗൺസിൽ ഡിസിഷൻ ആണ്. ഈ കേസിൽ തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഒരു ഒരാളുടെ ക്യാരക്ടർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനേ നമുക്ക് ആ ഒരു ക്യാരക്ടർ എക്സാമിനേഷനിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഷുഡ് അസാസിനേറ്റ് ദ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ. അതില് ഈ കേസിൽ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാളുടെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾക്ക് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഒന്നാമെന്ന് പറയുന്നത് ടു ടെസ്റ്റ് ദ വെറാസിറ്റി ഓഫ് ഹിസ് ക്യാരക്ടർ. എത്രത്തോളം ഒരാൾ കള്ളം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിക്കും കള്ളം ചെയ്തു, അയാൾ നേരത്തെ ഒരു കള്ളം ചെയ്തത് കൊണ്ട് ഇപ്പോഴും അയാൾ കള്ളം ചെയ്യണമെന്നുണ്ടോ? ദാറ്റ് ഈസ് ടു ടെസ്റ്റ് ദ വെറാസിറ്റി ഓഫ് ദി ഒഫൻസ് ഹി ഹാസ് കമ്മിറ്റഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ടു ഡിസ്കവർ ഹൂ ഹി ഈസ്, ആരാണ് അയാൾ എന്നുള്ളത് ഡിസ്കവർ ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് ഹിസ് പൊസിഷൻ ഇൻ ലൈഫ്, അയാളുടെ സാഹചര്യം എന്താണ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് വി ഷുഡ് നോട്ട് ഷേക്ക് ദി ക്രെഡിറ്റ് ബൈ ഇൻജുറിങ് ഹിസ് ക്യാരക്ടർ. നമ്മൾ അയാളെ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും അയാളുടെ ഒരു ക്യാരക്ടറിനെ ഷേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും കോടതിയുടെ മുമ്പ് വെച്ച് അയാളെ അപഹാസ്യനാക്കാൻ പാടുള്ളതല്ല. We can question the character. അതാണ് ആ വേർഡിങ് എങ്ങനെയാണ്. We can question the character but it doesn't mean that we should character assassinate a person. നമ്മൾ അയാളുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നമ്മൾ നടത്താൻ പാടുള്ളതല്ല. പിന്നെ ഈ സിവിൽ കേസസിലും ക്രിമിനൽ കേസസിലും വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും സിവിൽ കേസസ് വരുമ്പോൾ റെലവന്റ് എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ മാത്രമേ ഒരാളെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഡാമേജ് ക്ലെയിം ചെയ്യുന്നതാണെന്ന് ഇരിക്കട്ടെ. ഇഫ് ഡാമേജ് ഇസ് ബീങ് ക്ലെയിംഡ് ബൈ എ പേഴ്സൺ, ഒരു ട്രസ്പാസിംഗ് നടക്കുന്നു, വി ആർ ക്ലെയിമിംഗ് ഡാമേജ്. അപ്പൊ ആ ഡാമേജ് ക്ലെയിം ചെയ്യുന്നത്, ഡാമേജസ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ വി ഷുഡ് നോട്ട് do a particular thing. We should not bring forth the court that how the character is influencing a person to claim the damages. ഒരിക്കലും ഡാമേജസ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഒരാളുടെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരിക്കുന്നത് മറ്റൊരാൾ അവരുടെ ഡാമേജസ് ക്ലെയിം ചെയ്ത് എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിമിനൽ ഒഫൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ കേസസ് വരുമ്പോൾ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പോൺ ദി പേഴ്സൺ ടു പ്രൂവ് ദാറ്റ് ദ അതർ പേഴ്സൺ ഇസ് ഔട്ട് ഓഫ് ബാഡ് ക്യാരക്ടർ. വേറൊരാൾ ഒരു ബാഡ് ക്യാരക്ടറിന് ഉടമയാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആരാണോ അയാൾ ഒരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയാണ് എന്നും പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ വരുന്നത് അവരുടെ ചുമതലയാണ് അയാൾ ഒരു ബാഡ് ക്യാരക്ടറിന് ഉടമയാണ് എന്ന് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് അപ്പോൺ ദി ബർഡൻ ഓഫ് പ്രൂഫ് ഇസ് അപ്പോൺ എ പേഴ്സൺ who claims the other person as a
ആസ് ഓഫ് ഹാവിങ് എ ബാഡ് ക്യാരക്ടർ. അയാൾക്ക് ഒരു ബാഡ് ക്യാരക്ടർ ഉണ്ട് എന്നും പറഞ്ഞ് ഒരാള് കോടതിയുടെ മുമ്പിൽ വരികയാണെങ്കിൽ ആരാണോ മറ്റേയാളുടെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അവരുടെ ജോലിയാണ് എന്ത്, അയാൾ ഒരു ബാഡ് ക്യാരക്ടറിന് ഉടമയാണ് എന്നുള്ളത് കോടതിക്ക് സമർത്ഥിച്ച് കൊടുക്കേണ്ടത്. സോ എപ്പോഴും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. സിവിൽ ഡാമേജസ് വരുമ്പോഴത്തേക്ക്, സിവിൽ കേസസ് വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഡാമേജസ് ക്ലെയിം ചെയ്യുന്നത് മറ്റൊരാളുടെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടാവരുത്. അതുപോലെ തന്നെ ക്രിമിനൽ കേസസ് വരുമ്പോഴും ഒരിക്കലും നമ്മൾ ഒരാള് ഒരു ബാഡ് ക്യാരക്ടറിന് ഉടമയാണ്, അയാൾ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമയാണ് എന്ന് നമ്മൾ വെറുതെ ചെന്ന് പറഞ്ഞാൽ കോടതി അത് എടുക്കത്തില്ല. ദ പേഴ്സൺ who is bringing before the court that the other person is of a bad character, he has to prove it before the court beyond any reasonable doubt. വെറുതെ പ്രൂവ് ചെയ്താലും പോരാ, beyond any reasonable doubt he has to prove that the other person is of a bad character. So what is character എന്നുള്ളത് നമ്മളുടെ എവിഡൻസ് ആക്ടിൽ ഇൻഡയറക്ട്ലി പറയുന്നുണ്ട്. ഡയറക്ട്ലി അല്ലെങ്കിൽ കൂടി ഇൻഡയറക്ട്ലി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലോയിൽ നിന്നാണ്. ഇംഗ്ലീഷ് ലോയിൽ പറയുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടർ മീൻസ് ഇറ്റ്സ് എ റെപ്യൂട്ടേഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ സൊസൈറ്റി. ഒരാളുടെ റെപ്യൂട്ടേഷൻ, ഒരു സൊസൈറ്റിയിൽ ഒരാളുടെ റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ക്യാരക്ടറിലൂടെ അളക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് വെൻ എ പേഴ്സൺ harms the reputation of a person, it means that his character is being assassinated. അയാളുടെ ക്യാരക്ടറിനെ തന്നെ കൊന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇപ്പൊ വിറ്റ്നസസിന്റെ ക്യാരക്ടർ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് സെക്ഷൻ 146-ലും 153-ലുമാണ്. ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദി or to examine the character of a witness. വിറ്റ്നസിന്റെ ക്യാരക്ടർ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് സെക്ഷൻ 146-ലും 153-ലും വച്ചാണ് നമ്മൾ വിറ്റ്നസിന്റെ ക്യാരക്ടർ നമ്മൾ examine ചെയ്യുന്നത്. ആൻഡ് ദ എക്സാമിനേഷൻ ഓഫ് എ വിറ്റ്നസ് ഈസ് റെലവെന്റ് ആസ് പെർ ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. നമുക്ക് ഒരു കേസ് നമുക്ക് ജയിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിറ്റ്നസിനെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അറിയാം. ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഷുഡ് അസാസിനേറ്റ് അല്ലെങ്കിൽ വി ഷുഡ് ഹാം ദി ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളനായത് കൊണ്ടാണ് നിങ്ങൾ ഈ തെറ്റും ചെയ്തത് എന്ന് നമുക്ക് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഈസ് എ ക്യാരക്ടർ, ഈസ് എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് റോബറി, ഓക്കെ ശരി, അത് അവിടെ നിൽക്കണം. അല്ലാതെ അയാള് ഒരു ഡ്രോബർ ആയത് കൊണ്ട് തന്നെ അയാള് ഈ തെറ്റും ഈ കള്ളവും അയാളാണ് ചെയ്തത് എന്ന് നമുക്ക് സമർത്ഥിച്ച് കൊണ്ടുവരണം. ആദ്യമേ ഒരു സമർത്ഥനം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. വി ഹാവ് ടു പ്രൂവ് ഇറ്റ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരെണ്ണമാണ് ഡോക്യുമെന്ററി എവിഡൻസ്. ഡോക്യുമെന്ററി എവിഡൻസ് സെക്ഷൻ 61 തൊട്ട് 90-ലാണ് ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ലീഗൽ എവിഡൻസ് രണ്ട് രീതിയിലാണുള്ളത്. ഒരു ഡയറക്റ്റ് എവിഡൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എവിഡൻസും ഉണ്ട്. ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറക്റ്റ് എവിഡൻസ് ആണ്. ആൻഡ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. പ്രൈമറി എവിഡൻസുമായിട്ട് പ്രൂവ് ചെയ്തെടുക്കാം, സെക്കൻഡറി എവിഡൻസുമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. സോ ഇത് സെക്ഷൻ 61-ലാണ് പറയുന്നത്. സെക്ഷൻ 64-ല് പറയുന്നത് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൈമറി എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് പ്രൊഡ്യൂസ് ദി ഒറിജിനൽ ഡോക്യുമെന്റ്. നമ്മൾ അതിനൊരു പ്രൈമറി എവിഡൻസിന്റെ സ്റ്റെപ്പിലോട്ട് നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബ്രിങ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ ദി ഒറിജിനൽ ഡോക്യുമെന്റ്. നമ്മൾ അതിന്റെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് കോടതിയുടെ മുമ്പിൽ നമ്മൾ പ്രൂഫായിട്ട് കൊണ്ടുവരുന്നെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബിക്കം എ പ്രൈമറി എവിഡൻസ്. അതാണ് സെക്ഷൻ 64-ല് പറയുന്നത്. സെക്ഷൻ 62-ല് പ്രൈമറി എവിഡൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏതിന്റെയും ഒരു പ്രൈമറി, അതായത് ആദ്യത്തെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിനാണ്, ഒറിജിനൽ എവിഡൻസിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഡോക്യുമെന്റിന്റെ ഒറിജിനൽ പ്രൂഫ് നമ്മൾ കോടതിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് എ പ്രൈമറി എവിഡൻസ്. അപ്പൊ ഏത് എവിഡൻസ് ആയാലും അതിന്റെ ഒരു ഒറിജിനൽ പ്രൂഫ് ആണ് നമ്മൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ടേംഡ് ആസ് എ പ്രൈമറി എവിഡൻസ്. ചില സമയങ്ങളിൽ നമുക്ക് കൗണ്ടർ പാർട്സ് കൊണ്ടുവരണം. ഒരു വലിയ ഡോക്യുമെന്റ് ആണെന്ന് ഇരിക്കട്ടെ, ആ ഡോക്യുമെന്റ് മുഴുവൻ ഇപ്പൊ നമ്മൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നില്ല. അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പേജോ വല്ലതും ആയിരിക്കും. അപ്പൊ ആ ഒരു സ്പെസിഫൈഡ് പേജ് മാത്രമായിട്ട് നമ്മൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചാലും അത് ഒറിജിനൽ ഡോക്യുമെന്റ് ആണെങ്കിൽ then that will be considered as a primary evidence.
ഇത് നമ്മൾ എക്സ്പ്ലനേഷൻ 1-ലാണ് പറയുന്നത്. സെക്ഷൻ 62-ന്റെ എക്സ്പ്ലനേഷൻ 1-ലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ കോപ്പീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. സപ്പോസ് വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ദി ഒറിജിനൽ, വി ആർ പ്രൊഡ്യൂസിങ് ദി കോപ്പീസ് ഓഫ് ദി ഡോക്യുമെന്റ്. നമ്മൾ അങ്ങനെ കോപ്പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ then it will become a secondary evidence. അത് എന്തായി മാറും? സെക്കൻഡറി എവിഡൻസ് ആയിട്ട് മാറും. അത് പറയുന്നത് സെക്ഷൻ 62-ന്റെ എക്സ്പ്ലനേഷൻ 2-ലാണ് പറയുന്നത്. ഇറ്റ് ഈസ് മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 62 എക്സ്പ്ലനേഷൻ 2. അതുപോലെ തന്നെ നമുക്ക് ഈ റെക്കോർഡഡ് ടേപ്സ് നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അതിനൊരു അഡ്മിസിബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം പല കേസുകളിലും വന്നിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് റെക്കോർഡഡ് കോൺവെർസേഷൻ നമുക്കൊരു എവിഡൻസ് ആയിട്ട്, അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. പക്ഷെ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാല് കോൺവെർസേഷൻ ഷുഡ് ബി റെലവെന്റ് ടു ദി മാറ്റർ ഇഷ്യൂ. ആ മാറ്റർ ഇഷ്യൂമായിട്ട് റെലവെന്റ് ആയിരിക്കുന്ന കോൺവെർസേഷൻ ആയിരിക്കണം അവിടെ നടക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ആ ഒരു ആക്യുറസി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റണം. അതായത് ആ കോൺവെർസേഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി ആക്യുറേറ്റ്. അത് ആക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു രീതിയിലും അതിനൊരു ഇറേസിംഗ് നടന്നിട്ടില്ല എന്നുള്ളത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ബീൻ റീപ്രൊഡ്യൂസ്ഡ് എന്നുള്ളത് നമുക്ക് കോടതിയുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റണം. ഇത് പറഞ്ഞിട്ടുള്ള കേസാണ് മൽക്കാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയുടെ കേസ്. മൽക്കാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അത് 1973 വന്ന കേസാണ്. അതുപോലെ സെക്ഷൻ 63-നകത്ത് സെക്കൻഡറി എവിഡൻസ് എന്താണെന്ന് പറയുന്നു. സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാല് ഏത് ഡോക്യുമെന്റിന്റെ സർട്ടിഫൈഡ് കോപ്പീസിനെയാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസസ് എന്ന് പറയുന്നത്. ഏത് ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെയും സർട്ടിഫൈഡ് കോപ്പീസിനെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നു. ആൻഡ് ഈ സെക്കൻഡറി എവിഡൻസ് നമുക്കൊരു ഒന്നീ ഫോട്ടോ എടുത്തതായിരിക്കാം, ഫോട്ടോ കോപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദി ഒറിജിനൽ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി സെയിം ആൻഡ് സ്പെസിഫിക്. അത് സെയിമും ആയിരിക്കണം, അത് സ്പെസിഫിക്കും ആയിരിക്കണം. ഇത് പറയുന്നത് സെക്ഷൻ 65 മുതൽ 77 വരെയാണ്. ഈ നമ്മൾ സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്താലും അതിനൊരു അഡ്മിസിബിലിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളില് ഒറിജിനൽ വേണം എന്ന് കോടതി ആവശ്യപ്പെടാം. That doesn't mean that കോടതിക്ക് ആ ഒരു സെക്കൻഡറി എവിഡൻസ് കൊണ്ട് കൺവിൻസ്ഡ് ആവാത്തത് കൊണ്ടല്ല. The court has to clarify whether the secondary evidence is clear or not. സെക്കൻഡറി എവിഡൻസ് സത്യമാണോ, അതിനൊരു കൺവിൻസിങ് ഇല്ലാത്തത് കൊണ്ടല്ല, കൺവിൻസ്ഡ് ആണ് കോടതി. പക്ഷെ എന്തോ എവിടെയോ ചെറിയ ഒരു ഇത് വരുന്നത് കൊണ്ട് കോടതിക്ക് എന്ത് വേണം, ഒന്നും കൂടെ അതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കോടതി എന്ത് ചെയ്യാം? കോടതി ഒന്നും കൂടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് കോടതി ആവശ്യപ്പെടാവുന്നതാണ്. So all certified copies of the original are considered as secondary evidence. സോ സെക്ഷൻ 65-ന്റെ അകത്ത് എപ്പോഴൊക്കെയാണ് സെക്കൻഡറി എവിഡൻസ് പെർമിസിബിൾ ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും നമുക്ക് സെക്കൻഡറി എവിഡൻസ് പെർമിസിബിൾ ആക്കാൻ പറ്റില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസ് പെർമിസിബിൾ ആക്കുന്നത്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് ഇപ്പോ ഈ അഡ്വേഴ്സറി പാർട്ടിയുടെ കയ്യിലാണ്, നമ്മളുടെ എതിർകക്ഷിയുടെ കയ്യിലാണ് ഒറിജിനൽ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അസ് ടു ഗെറ്റ് ദി ഒറിജിനൽ ഫ്രം ദി അതർ പാർട്ടി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒറിജിനൽ ഡോക്യുമെന്റ് ഡിസ്ട്രോയ് ആവുന്നു അല്ലെങ്കിൽ കളഞ്ഞു പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ പബ്ലിക് ഡോക്യുമെന്റ്സ് ആവാം. പബ്ലിക് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ ഒറിജിനൽ പബ്ലിക് ഡോക്യുമെന്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു ഡോക്യുമെന്റ് നിലവിലുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ പബ്ലിക് ഡോക്യുമെന്റിന് പകരം നമുക്ക് സെക്കൻഡറി എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 66 പറയുന്നത് സെക്കൻഡറി എവിഡൻസ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു പാർട്ടി, ദാറ്റ് ഈസ് എ പാർട്ടി പ്രപ്പോസിംഗ് ടു പ്രൊഡ്യൂസ് സെക്കൻഡറി എവിഡൻസ് ആസ് ടു പ്രൂവ് പ്രയർ നോട്ടീസ്. ഒരു പ്രയർ നോട്ടീസ് കോടതിയുടെ മുമ്പിൽ കൊടുക്കണം. ദാറ്റ് ഈസ് ദേ ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് ദി സെക്കൻഡറി എവിഡൻസ് ആസ് പെർ ദി പ്രൊസീജിയർ ഓഫ് ദി ലോ. നിയമപ്രകാരം അവർക്ക് പ്രൈമറി എവിഡൻസ് ആയിട്ട് ഉള്ളത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ ഇല്ലാത്തത് കൊണ്ട് ദേ ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് ദി സെക്കൻഡറി എവിഡൻസ്. സോ ദേ ഹാവ് ടു ഇൻഫോം ഇറ്റ് ബിഫോർ ദി കോർട്ട്. സെക്ഷൻ 74-ന്റെ അകത്ത് പബ്ലിക് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാന്ന് പറയുന്നത്.
പബ്ലിക് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ സോവറൻ അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള പബ്ലിക് ഡോക്യുമെന്റ്സ്, ഇതിനെല്ലാം നമുക്ക് പബ്ലിക് ഡോക്യുമെന്റ്സിന്റെ പരിധിയിൽ കൊണ്ടുവരാവുന്നതാണ്. ഇതിലൊന്നും വരാത്ത ഡോക്യുമെന്റ് രണ്ട് പാർട്ടിക്കാരുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സെക്ഷൻ 90-അകത്ത് ഏൻഷ്യൻ ഡോക്യുമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ചില ഡോക്യുമെന്റ്സ് ഒക്കെ വരുമ്പോൾ പഴയ ഡോക്യുമെന്റ് ആണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഡോക്യുമെന്റ്സ്. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 1-2 വർഷമല്ല, 10-100-150 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കോർട്ട് അവിടെ ഒരു പ്രിസംഷൻ അങ്ങ് എടുക്കും. ആഫ്റ്റർ വെരിഫൈയിങ് അതർ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ്, കോർട്ട് മേ പ്രിസ്യൂം ദാറ്റ് ദിസ് ഡോക്യുമെന്റ് ഇസ് ആൻ ഒറിജിനൽ ഡോക്യുമെന്റ്. അത് വെറുതെ അങ്ങ് എടുക്കത്തില്ല. കോർട്ട് വിൽ ഗോ ഇൻ ടു ഓർ കൊറോബറേറ്റ് ഇറ്റ് വിത്ത് അതർ ഡോക്യുമെന്റ്. അതിനെയാണ് നമ്മൾ സെക്ഷൻ 90 പറയുന്നത്. സെക്ഷൻ 91 തൊട്ട് 100 വരെ ഓറൽ എവിഡൻസിന്റെ എക്സ്ക്ലൂഷൻ ആണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് മെൻഷൻഡ് അണ്ടർ പരോൾ എവിഡൻസ് റൂള് സെക്ഷൻ 91 തൊട്ട് 92-ലാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പരോൾ എവിഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when parties put their agreement in writing, അവരുടെ അഗ്രിമെന്റ് അവർ റൈറ്റിംഗിലാക്കുകയും ആൻഡ് they merge their previous agreement, അവരുടെ പ്രീവിയസ് അഗ്രിമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ റൈറ്റിംഗിൽ അതിനെ മെർജ് ചെയ്ത് കഴിയുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പരോൾ എവിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒരു ബെസ്റ്റ് എവിഡൻസ് റൂൾ ആയിട്ടാണ് കോടതി എടുക്കുന്നത്. ദാറ്റ് ഈസ് ഒരു ഓറൽ എവിഡൻസ് അവർ നേരത്തെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു അഗ്രിമെന്റ് അവർ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവർ ഈ പുതിയൊരു അഗ്രിമെന്റിൽ അവർ മെർജ് ചെയ്ത് മാറ്റുകയാണ്. സോ ദർ ഇസ് എ അഗ്രിമെന്റ്. അതിനെ ഒരു നമുക്ക് എന്തായിട്ട് എടുക്കാം, നമുക്കൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഇറ്റ് ബിക്കം എ പരോൾ എവിഡൻസ്. സോ ഇതിന് ഒരു ബെസ്റ്റ് എവിഡൻസ് റൂളിന്റെ അകത്താണ്, ഒരു ഡോക്യുമെന്ററി എവിഡൻസിൽ ഇതിനെ ഒരു ബെസ്റ്റ് എവിഡൻസ് റൂളിന്റെ അകത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആൻഡ് സെക്ഷൻ 93 to 100 ഡീൽ വിത്ത് ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡോക്യുമെന്റ്. ചില ഡോക്യുമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് വി ട്രൈ ടു ഇന്റർപ്രറ്റ് ഓർ റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ അങ്ങനെ ഒരു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് എടുക്കുമ്പോഴത്തേക്ക് ഒരിക്കലും കോടതി ഒരാളുടെ പക്ഷം ചേർന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല. ദ കോർട്ട് വിൽ ഹാവ് ടു ടേക്ക് എ ന്യൂട്രൽ സ്റ്റാൻഡ്. എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്ന് മാത്രമേ കോടതിക്ക് ആ ഡോക്യുമെന്റ്സ് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് പേറ്റന്റ് ആംബിഗ്വിറ്റിയും ലേറ്റന്റ് ആംബിഗ്വിറ്റിയും. പേറ്റന്റ് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് വരുമ്പോൾ തന്നെ, ഒരു ഇൻസ്ട്രുമെന്റ് എഴുതി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലാവുകയാണ് ആ ഡോക്യുമെന്റ് ആദ്യമേ എവിടെയോ പാളിപ്പോയി എന്നുള്ളത് കോടതിക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് ദാറ്റ് ഡോക്യുമെന്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ആസ് എൻ എവിഡൻസ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ. കാരണം അത് എഴുതിയപ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു. സോ ദാറ്റ് ഡോക്യുമെന്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ആസ് എൻ എവിഡൻസ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ. സോ പേറ്റന്റ് ആണ്. തുടങ്ങും മുമ്പേ ആ ഡോക്യുമെന്റിന്റെ റെലവൻസ് അങ്ങ് പോയി കിട്ടുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എ അഗ്രീസ് ടു സെൽ ടു ബി എ ഹോഴ്സ് ഓഫ് ₹4,1000 or 1,500. 1000-നോ 1500 രൂപയ്ക്ക് എയുടെ ഹോഴ്സ് ബിക്ക് വിൽക്കാമെന്ന് പറയുകയാണ്. സോ ഇവിടെ 1000 രൂപയാണോ 1500 രൂപയാണോ എന്ന് ക്ലിയർലി സ്പെസിഫൈഡ് അല്ല. സോ ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റിനെ നമുക്ക് പേറ്റന്റ് ആംബിഗ്വിറ്റിയുടെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. സോ ദ വേർഡിങ്സ് ആർ നോട്ട് ക്ലിയർ. ആ വേർഡിങ്സ് നമുക്ക് ക്ലിയർ ആക്കി പറയാൻ പറ്റൂല. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ആൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേർഡിങ്സ് ആണെങ്കിൽ വി കനോട്ട് ഇന്റർപ്രറ്റ് ഇറ്റ്. അതിനെയാണ് നമ്മൾ പേറ്റന്റ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ലേറ്റന്റ് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്കൊരു ഇത് കൊണ്ടുവരാം, പിന്നെ വന്ന ഒരു ടെക്നിക്കൽ എററാണ്. ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് ടെക്നിക്കൽ എറർ. നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി പാർട്ടീസ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആംബിഗ്വിറ്റി ഇല്ലാതാക്കാനും പറ്റും. അതായത് ഒരു വോയിഡബിൾ കോൺട്രാക്ട് പോലെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാനും പറ്റുന്നുണ്ട്. ബട്ട് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺലി വിത്ത് ദി കൺസെന്റ് ഓഫ് ദി പാർട്ടി. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലേറ്റന്റ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പറയുകയാണെങ്കിൽ എ സെൽസ് ടു ബിക്ക് സെയിൽ, ഒരു ഡീഡ് വഴി ഒരു സെയിൽ നടത്തുകയാണ് ഓഫ് ഈസ് പ്രോപ്പർട്ടി അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫോർ ₹1,00,000. അപ്പം പ്രോപ്പർട്ടിനെ പറയുന്നുള്ളൂ, പക്ഷെ ഏത് പ്രോപ്പർട്ടി ആണെന്ന് സ്പെസിഫൈഡ് ആക്കുന്നില്ല. ഓഫ് ഈസ് പ്രോപ്പർട്ടി അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫോർ ₹1,00,000. അപ്പൊ ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് ഇവിടെ പ്രോപ്പർട്ടിനെ പറയുന്നുള്ളൂ, പക്ഷെ എന്ത് പ്രോപ്പർട്ടി ആണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയി സ്പെസിഫൈഡ് ആക്കുന്നില്ല. ബട്ട് വി നോ ദാറ്റ്
ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഹാവ് എ പ്രോപ്പർട്ടി അറ്റ് ദിസ് പർട്ടിക്കുലർ ഡിസ്ട്രിക്ട്. ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ അയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ലേറ്റന്റ് ആംബിഗ്വിറ്റി, അതായത് ഒരു മൈനർ ടെക്നിക്കൽ ഡിഫക്റ്റ് ആണ്. ആ ടെക്നിക്കൽ ഡിഫക്ട് കൺസെന്റ് ഓഫ് ദി പാർട്ടീസ് വഴി നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിഫക്ട്സിനെയാണ് നമ്മൾ ലേറ്റന്റ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ലേറ്റന്റ് ആംബിഗ്വിറ്റി ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ പ്രൊഡ്യൂസിങ് എനി അതർ എവിഡൻസ്. വേറെ ഏതെങ്കിലും എവിഡൻസസ് ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലേറ്റന്റ് ആംബിഗ്വിറ്റി റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത് പ്രൊഡക്ഷൻ ആൻഡ് ഇഫക്റ്റ് ഓഫ് എവിഡൻസ്. വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് എവിഡൻസ് എന്നുള്ളതാണ്. അതിനുള്ളതാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്നോ അല്ലെങ്കിൽ ഓണസ്റ്റ് പ്രൊബൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു പ്രൂവ് എ ഫാക്ട് ഓർ ഫാക്ട് ഇഷ്യൂ. ഒരു ഫാക്ട് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൂഫിനെയാണ് നമ്മൾ ഓണസ്റ്റ് പ്രൊബൻറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർഡൻ ഓഫ് പ്രൊബൻറ്റി എന്ന് പറയും, ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. സോ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബർഡൻ ഓഫ് പ്രൂഫ് എടുക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്റ്റാബ്ലിഷ് ദി ട്രൂത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഏതെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടിന് ഇഷ്യൂമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അതിനൊരു വളരെ ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി കോർട്ട് നമുക്ക് കോടതിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. സോ മെയിൻലി ബേസിക്കലി നമുക്ക് ട്രൂത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വേറൊരു അഡീഷണൽ എവിഡൻസ് അത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അത്യാവശ്യമാണ് എന്ന് കോടതിക്കും കൂടെ ബോധ്യപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് കോടതിയുടെ മുമ്പിൽ കൊണ്ട് വരാവുന്നതാണ്. സെക്ഷൻ 101 പറയുന്നത് ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടണം. അതായത് ഒരാള് മരിച്ചു, എ കിൽഡ് ബി എന്ന് പറയുമ്പോൾ എ കിൽഡ് ബി, അതായത് കിൽഡ് മർഡർ എന്നുള്ളത് അവിടെ മർഡർ നടന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്നുള്ളത് നമ്മൾ കോടതിയുടെ മുമ്പിൽ നമ്മൾ പ്രൂവ് ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ദിസ് പേഴ്സൺ ഹാസ് ആക്ച്വലി ബീൻ കിൽഡ് എന്നുള്ളത് കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുത്തിയെടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്ഷൻ 101 പറയുന്നത്. സോ കോടതിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രോസിക്യൂഷൻ ചെയ്യേണ്ടത്. സോ ആ ഒരു ബോധ്യപ്പെടുത്തൽ ദാറ്റ് ഈസ് ടു put before the court that such a fact exists എന്നുള്ളതാണ് സെക്ഷൻ 101 പറയുന്നത്. സെക്ഷൻ 102 പറയുന്നത് ആരിലാണ് ഈ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദാറ്റ് പേഴ്സൺ who would fail if no evidence is produced before the court എന്നാണ്. അതാണ് എന്ന് വെച്ചാല് ആർക്കാണോ കോടതിയുടെ മുമ്പിൽ ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അവരിൽ ബർഡൻ ഓഫ് പ്രൂഫ് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അയാൾ പറയുന്നത് സത്യമാണെന്നില്ല. ബർഡൻ ഓഫ് പ്രൂഫ് ഇപ്പൊ ഏത് കക്ഷിയായാലും ഐദർ ദി പ്രോസിക്യൂഷൻ ഓർ ദി ഒഫൻഡർ അല്ലെങ്കിൽ അക്യൂസ്ഡ് പേഴ്സന്റെ ആളായാലും അഡ്വക്കേറ്റ്സ് ആയാലും they are having a burden of proof to produce before the court of law that this person has actually committed the crime. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. എന്താണ്, മറ്റേയാള് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം ഒഫൻഡറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അക്യൂസ്ഡിന് വേണ്ടി ഹാജരാകുന്ന വക്കീലിനൊരു ഇതുണ്ട്, ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. എന്താണത്, he has to prove before the court of law that the accused has not committed any evidence. ഇപ്പൊ അവർക്ക് ആ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് their burden of proof has failed. അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ കേസ് ഇല്ലാതെയായി എന്നേ നമുക്ക് കോടതിക്ക് അനുമാനിക്കാൻ പറ്റത്തുള്ളൂ. സെക്ഷൻ 103 പറയുന്നത് കോടതിക്ക് വേണമെങ്കിൽ if any person who wishes the court to believe in his existence, then that person, there lies a burden of proof upon that person also to produce any particular evidence. ഇപ്പം ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ചാല മാർക്കറ്റിൽ വെച്ചൊരു ഒരാളെ കൊല്ലുന്നത് ഞാൻ കാണുന്നു. I am not a person who is involved in that crime. I am just a spectator. ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നെ എവിഡൻസ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ, എന്നെ ഒരു വിറ്റ്നസ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ, ഐ ബീങ് എ തേർഡ് പേഴ്സൺ, ഐ ആം ഓൾസോ ഹാവിങ് an obligation to prove before the court of law I have witnessed that crime. അല്ല, ഞാൻ ആ ക്രൈം കണ്ടത് കൊണ്ടാണല്ലോ ഞാൻ വിറ്റ്നസ് ആയിട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ ആദ്യം പ്രൂവ് ചെയ്തെടുക്കണം. ഞാൻ വെറുതെ പറഞ്ഞാൽ പോരാ, 8:30 മണിക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഐ വാസ് at that time I was there എന്നുള്ളതും എനിക്ക് ആദ്യം പ്രൂവ് ചെയ്തെടുക്കേണ്ടി വരും. സോ the burden of proof also lies upon a third person when they feel that
or when the court feel that the burden lies upon that person to prove beyond reasonable doubt that such a crime has been committed. അവിടെ ആ ക്രൈം കമ്മിറ്റ് ചെയ്ത സമയത്ത് ഇന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതിക്ക് ആവശ്യമായി തോന്നുകയാണെങ്കിൽ മൂന്നാമതൊരാൾക്കും എന്തുണ്ട്, ഒരു ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നുണ്ട്. സെക്ഷൻ 108 പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരാള് കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അയാള് ആദ്യം പ്രൂവ് ചെയ്തെടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അയാൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ കാര്യം നടന്നു എന്നുള്ളത് കോടതിക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ മർഡേർഡ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് ബിയുടെ ഒരാള് വന്ന കോടതിയുടെ മുമ്പിൽ പറയാണ് എ ആണ് ബിയെ കൊന്നത് എന്ന് അയാൾ വെറുതെ പറഞ്ഞാൽ പോരാ, ബി ശരിക്കും മരിച്ചു എന്നുള്ളത് കോടതിക്ക് ആദ്യം പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് സെക്ഷൻ 108 പറയുന്നത്. സോ ദ പേഴ്സൺ ഹു ഈസ് അപ്രോച്ചിങ് ദി കോർട്ട് ഹാസ് ടു പ്രൂവ് ദാറ്റ് the purpose for which he is approaching the court has been fulfilled. ആ ഒരു കാര്യം ഫുൾഫിൽഡ് ആയി എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ ക്രിമിനൽ കേസസ് വരുമ്പോൾ ഓണേഴ്സ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് ബിയോണ്ട് ദി ഷാഡോ ഓഫ് ഡൗട്ട് ആണ്. ആൻഡ് the guilt of the accused always lies upon the prosecutor. പ്രോസിക്യൂട്ടറിന് എപ്പോഴും ഒരു ഗിൽറ്റ് ഓഫ് ദി അക്യൂസ്ഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ to prove beyond reasonable doubt that the accused has committed the crime. So he has to prove it beyond reasonable doubt before the court of law that the accused has committed the crime. പിന്നെ ചില ഇത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് 107 വരുമ്പോഴത്തേക്ക് ഡീൽസ് വിത്ത് ദി ബർഡൻ ഓഫ് പ്രൂഫ് ഓഫ് എ ഡെത്ത് ഓഫ് എ പേഴ്സൺ ആണ്. 108 ഒരാള് 7 വർഷമായിട്ട് ഒരാളെ കുറിച്ച് അറിവില്ലെങ്കിൽ actually the burden of proof lies upon the person who claims that he is alive to prove that this person is alive. അല്ലെങ്കിൽ നിയമപ്രകാരം എന്താണ്, 7 വർഷമായിട്ട് ഒരാളെ കുറിച്ച് ഒരു അറിവുമില്ലെങ്കിൽ നിയമപ്രകാരം നിയമം വിചാരിക്കുന്നത് ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എന്നാണ്. ആരെങ്കിലും ഒരാൾ പറയാണ് അല്ല അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബർഡൻ ഓഫ് പ്രൂഫ് ആ ആൾക്കാണ്. ദാറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് ദാറ്റ് പേഴ്സൺ ഈസ് അലൈവ്. പിന്നെ വരുന്നത് പ്രിസംപ്ഷൻ ആണ്. അതിന് പ്രിസംപ്ഷൻ ഓഫ് ലെജിറ്റിമസിയിലാണ് സെക്ഷൻ 112 പറയുന്നത്. ഒരു വെഡ്ലോക്കിൽ ജനിച്ച ഒരു കുട്ടിയുടെ ഒരു പ്രിസംപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്നുള്ളതാണ്. അത് ലെജിറ്റിമേറ്റ് ചൈൽഡ് അല്ല എന്ന് ആരാണോ പറയുന്നത്, they have to prove it beyond reasonable doubt that that person is not a legitimate child. അതൊരു ലെജിറ്റിമേറ്റ് ചൈൽഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യും. ഒരു മിനിറ്റ് വരുന്നതാണ് അബറ്റ്മെന്റ് ഓഫ് സൂസൈഡ് ഓഫ് എ മാരീഡ് വിമൻ. അത് സെക്ഷൻ 113A വരുന്നത്. ആൻഡ് ദിസ് ഹാസ് ബീൻ ആഡഡ് ബൈ 1983 സെക്കൻഡ് അമെൻഡ്മെന്റ് ആക്ട് ഓഫ് CRPC. And if a person or if a woman commits suicide within 7 years of marriage and other circumstances make it clear from the date of marriage that she has been subjected to cruelty by her husband, then it can be brought within the provision of section 498A of the IPC. അത് ക്രൂവൽറ്റിയുടെ പ്രൊവിഷന്റെ അകത്ത് നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ സെക്ഷൻ 113A past contact can also be subjected to investigation. If a woman is murdered within or woman is commits suicide within 7 years of her marriage, and there we have to prove that this person has been subjected to cruelty. അതുപോലെ തന്നെയാണ് വരുന്നത് ഡൗറി ഡെത്ത്. ഡൗറി ഡെത്തും സെക്ഷൻ 113B വരുന്നത്. ഇതും നമ്മളുടെ ഡൗറി പ്രോഹിബിഷൻ അമെൻമെന്റ് ആക്ടിന്റെ അകത്ത് ഡൗറി 1986 അകത്ത് നമ്മൾ സെക്ഷൻ 113B ഇമ്പോർട്ടൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഡൗറി ഡെത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് സെക്ഷൻ 304B പറയുന്ന IPC പറയുന്ന അതേ മീനിങ് തന്നെയാണ് നമ്മൾ സെക്ഷൻ 113B എടുത്തത്. ഇവിടെ ഒരു സ്ത്രീയെ അവരുടെ കല്യാണം കഴിഞ്ഞ് അവര് 7 വർഷത്തിനകം അവർ ഏതെങ്കിലും രീതിയിലുള്ള ക്രൂവൽറ്റിക്കോ ഹറാസ്മെന്റിനോ വിധേയമാവുകയാണെങ്കിൽ then we believe that this person has been subjected to cruelty or harassment in the name of dowry and therefore she has committed any suicide അല്ലെങ്കിൽ suicideോ അല്ലെങ്കിൽ അവരെ കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ we consider it as a dowry. And അത് പറയുന്നത് സെക്ഷൻ 113B. And this term dowry is not mentioned in Indian Evidence Act. Indian Evidence Actന്റെ അകത്ത് term dowry നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ
ഇവിടെ ആബ്സെൻസ് ഓഫ് പ്രൂഫ് ഓഫ് ക്രൂവൽറ്റി ഓർ ഹറാസ്മെന്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും if the prosecution is not able to prove that this person is not subjected to any type of cruelty or harassment, then the burden of proof എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാവുകയാണ്. Then the accused person may be sent. അപ്പൊ എപ്പോഴും ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷൻ കേസസ് അല്ല, ഈ ഡൗറി ഡെത്ത് കേസസ് ഒക്കെ വരുമ്പോ പ്രോസിക്യൂഷന് they have to prove it beyond reasonable doubt under the provision of section 113B of the Indian Evidence Act that this person has been subjected to cruelty and harassment in the name of dowry. പിന്നെ അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഫോർ റേപ്പ് വരുന്നുണ്ട്. അത് സെക്ഷൻ 114A അതും 1983 CRPC അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സെക്ഷൻ 376 IPC പ്രോസിക്യൂഷൻ ഫോർ റേപ്പ് അണ്ടർ സെക്ഷൻ 376 IPC. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് തുക്കാറാമിന്റെ കേസാണ്, തുക്കാറാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. പിന്നെ അതുപോലെ തന്നെ എവിഡൻസസ് ആണ് കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 142 153 കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസസും അതുപോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസസും വരുന്നത്. കോമ്പിറ്റൻസി ഓഫ് വിറ്റ്നസ് സെക്ഷൻ 118, 119, 120 പറയുന്നു. സോ സെക്ഷൻ 118 കോമ്പിറ്റൻസി ആരൊക്കെയാണ് കോമ്പിറ്റന്റ് എന്നുള്ളതാണ്. ഇൻകോമ്പിറ്റൻസി വരാം, ഇറ്റ് മേ ബി ഡ്യൂ ടു ഓൾഡ് ഏജ് ഓർ ഇൻഫൻസി ഓർ ഇഡിയസി ഓർ ഡെഫ്നെസ്, ഡ്രങ്ക്നെസ് ഓർ ലുണാസി. അല്ലാത്ത പക്ഷം ആർക്ക് വേണമെങ്കിലും എവിഡൻസ് വിറ്റ്നസ് ആയിട്ട് വന്ന് കോടതിയുടെ മുമ്പിൽ പറയാവുന്നതാണ്. ഈവൻ എ ചൈൽഡ് above the age of 12 അവരെയും നമുക്ക് ചൈൽഡ് വിറ്റ്നസ് ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. പക്ഷെ ബിലോ അത് പറ്റില്ല, ദാറ്റ് ഈസ് കൺസിഡേർഡ് വോയർ ഡയർ. പക്ഷെ ഒരിക്കലും കോടതി പറ്റൂല എന്നും പറയണില്ല. കോർട്ടിന് തോന്നുകയാണ് ഇഫ് ദ പേഴ്സൺ ഇസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ ഡൺ ഓർ കമ്മിറ്റഡ്, അല്ലെങ്കിൽ എന്താണ് നടന്നതെന്നുള്ളത് ഒരാൾക്ക് ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇഫ് ദ കോർട്ട് ഫീൽസ് ദാറ്റ് ഈസ് നോട്ട് ബീൻ ട്രെയിൻഡ് എന്നുള്ളത് കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈവൻ ദ ചൈൽഡ് വിറ്റ്നസ് എവിഡൻസ് ക്യാൻ ബി അഡ്മിസിബിൾ ബിഫോർ ദി കോർട്ട് ഓഫ് ലോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ വോയർ ഡയറിൽ പറയുന്നത്. പിന്നെ അതിന് നമുക്ക് 2-3 കേസസ് ഒക്കെ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ മോമസഗൽ വേഴ്സസ് സക്കിങ്, അതുപോലെ തന്നെ രാമേശ്വർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇങ്ങനെ കുറെ കേസുകളിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്ഷൻ 119 ഡെഫ് ആൻഡ് ഡം വിറ്റ്നസസിന്റെ കാര്യം പറയുന്നു. സെക്ഷൻ 120 ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ സച്ച് പേഴ്സൺ ഷാൽ ബി എ കോമ്പിറ്റന്റ് വിറ്റ്നസ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ കമ്പലബിലിറ്റി കൊണ്ടുവരാൻ പാടില്ല. ദാറ്റ് ഇസ് ദ പേഴ്സൺ ഷുഡ് കം ഇൻ ഫ്രീ മൈൻഡ് ടു ഗീവ് ദിയർ എവിഡൻസ് എന്നാണ്. പിന്നെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ അടുത്ത് പറയുന്നത്, വൈഫ് ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അതും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളതാണ്. ഇഫ് ദ കോർട്ട് വാണ്ട് ടു ഗെറ്റ് എനി ക്ലാരിഫിക്കേഷൻ ദേ ഹാവ് ടു അപ്ഡേറ്റ് ബിഫോർ ദി ഹയർ അതോറിറ്റി. പിന്നെ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത് സെക്ഷൻ 135 നോർമലി നമ്മൾ ഓർഡർ ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത് അത് ലോ ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരമാണ് നമ്മൾ നടത്തേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ട്. അങ്ങനെ ഇതില്ല, ഒരു നോർമൽ പ്രൊസീജിയർ നമുക്ക് CRPCയിൽ CPCയിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എക്സാമിനേഷൻ വിറ്റ്നസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻ ഓഫ് CPC ആൻഡ് CRPC. അല്ലാതെ എവിഡൻസ് ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരമല്ല, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻ ഓഫ് CPC ആൻഡ് CRPC. അങ്ങനെ ഇല്ലാതെ വരുന്ന ഇതിൽ അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ടാണ്. അല്ലാതെ നമ്മൾ പ്രൊസീജിയർ ലോയുടെ അകത്തുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ല നമ്മൾ എടുക്കുന്നത്. പിന്നെ ജനറലി പ്ലെയിന്റിഫിനാണ് സിവിൽ മാറ്റേഴ്സിൽ ആദ്യം ടേൺ കിട്ടുക. അത് നമ്മളുടെ ഓർഡർ 18 റൂൾ 1 ഓഫ് ദ CPCയുടെ അകത്ത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഫൻഡന്റിന് ടേൺ കിട്ടുന്നു. അത് ഓർഡർ 28 റൂൾ 2 പറയുന്നത്. പിന്നെ റിബട്ട് ചെയ്യാനുള്ള അവകാശവും പ്ലെയിന്റിഫിന് കിട്ടുന്നുണ്ട്. അത് ഓർഡർ 18 റൂൾ 3 പറയുന്നത്. പിന്നെ ക്രിമിനൽ കേസ് വരുമ്പോഴത്തേക്ക് എപ്പോഴും പ്രോസിക്യൂഷൻ ആണ് കംപ്ലൈനന്റ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആണ് ബിഗിൻ ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് കോർട്ടിലാണെങ്കിൽ ട്രയൽ എന്ന് പറയുന്നത് മേ ബി ഇൻ സമ്മൺ കേസസിൽ സെക്ഷൻ 251 258 CRPC പ്രകാരം, വാറന്റ് കേസസിൽ
ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി പോലീസ് ആണെങ്കിൽ സെക്ഷൻ 238 പ്രകാരം, അല്ലെങ്കിൽ അതർ ദാൻ ദി പോലീസ് റിപ്പോർട്ട് ആണെങ്കിൽ സെക്ഷൻ 244 തൊട്ട് 249 പ്രകാരം. അതുപോലെ തന്നെ വിറ്റ്നസ് മേ ബി എക്സാമിൻ ചെയ്യാം. അത് നമ്മൾ ചെയ്യുന്നത് CPC-യിലെ സെക്ഷൻ 25 റോള് 1 തൊട്ട് 8 വരെയാണ്. CRPC-യിലെ 284 തൊട്ട് 285 വരെയാണ്. അഡ്മിസബിലിറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് പറയാം ഓവർ റൂൾഡ് എന്ന് കോടതി പറയുന്നത്. നമ്മൾ സിനിമകളിലോ അല്ലെങ്കിൽ നിങ്ങൾ കോർട്ടിലൊക്കെ പോയി തുടങ്ങിയവരാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും കോഡ് വർക്കിനൊക്കെ വേണ്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കോടതിയുടെ സമയം കളയേണ്ട കാര്യമില്ല. അഡ്മിസബിലിറ്റി ഓഫ് എവിഡൻസിന് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങളാണ് കോടതിയുടെ മുമ്പിൽ അത്യാവശ്യമായിട്ടുള്ളത് തരേണ്ടത് എന്നറിയേണ്ടത് കോടതിക്കൊരു ഡിസിഷൻ. അത് പറയുന്നത് സെക്ഷൻ 136-ലാണ്. സോ ദ ക്വസ്റ്റ്യൻ ഷുഡ് ഹാവ് എനി റെലവൻസി വിത്ത് ദി ഫാക്ട്. പിന്നെ നമ്മൾ എപ്പോഴും ആദ്യം എക്സാമിനേഷൻ ഇൻ ചീഫ് ആണ്, അത് 137 പറയുന്നു, അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നു. 141 ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്താന്ന് പറയുന്നു. ലീഡിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് മറ്റേ ആൾക്ക് ഒരു ബാധ്യത വരുന്നതിനെയാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വിത്ത് റിഗാർഡ് ടു എ പർട്ടിക്കുലർ. പിന്നെ ക്രോസ് എക്സാമിനേഷൻ 137 പറയുന്നു. പിന്നെ ഒരിക്കലും ക്രോസ് എക്സാമിനേഷനിലൂടെ നമ്മൾ ഒപ്പോണന്റിനെ വീക്കൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ പാർട്ടീസ് പറഞ്ഞത് മറ്റേ പാർട്ടി പറഞ്ഞതിൽ ഏതെങ്കിലും രീതിയിലുള്ള കള്ളത്തരമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് എക്സാമിനേഷൻ നമ്മൾ എടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നത് റീ എക്സാമിനേഷൻ ആണ്. റീ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 138-ലാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഓൺലി ഡ്യൂറിംഗ് ക്രോസ് എക്സാമിനേഷൻ ഇൻ ചീഫ്. ക്രോസ് എക്സാമിനേഷനും റീ എക്സാമിനേഷനും ലീഡിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പാടില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഫ്രം ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോർട്ടാണ്. പിന്നെ വരുന്നത് ഹോസ്റ്റൈൽ വിറ്റ്നസ് ആണ്. ഹോസ്റ്റൈൽ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അറിയാം, സാക്ഷിയാവുന്നവരെയാണ് നമ്മൾ ഹോസ്റ്റൈൽ വിറ്റ്നസസ് എന്ന് പറയുക. ആൻഡ് ഹോസ്റ്റൈൽ വിറ്റ്നസിന്റെ എവിഡൻസ് നമുക്ക് അങ്ങനെ ആ ഒരു അഡ്മിസബിലിറ്റി നമ്മൾ കൊടുക്കുന്നെങ്കിലും അതിനൊരു വലിയൊരു റെലവൻസ് കോടതി കൊടുക്കാറില്ല. കാരണം താലുമാറുന്ന ഒരു വ്യക്തിയാണ്, സോ കൂറുമാറൽ സാക്ഷിയായിട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു അഡ്മിസബിലിറ്റി നമ്മൾ കൊടുക്കും. ബട്ട് ദാറ്റ് കനോട്ട് ബി എ കൺക്ലൂസീവ് പ്രൂഫ് ഫോർ പണിഷിംഗ് എ പേഴ്സൺ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും കൊറോബറേഷൻ കോൺട്രഡിക്ഷൻസും കൊണ്ടുവരേണ്ടി വരും. എപ്പോഴും കോടതി ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിഡൻസ് ബാക്കിയുള്ള എവിഡൻസുമായിട്ട് കൊറോബറേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കോൺട്രഡിക്ഷൻസ് ഇല്ലാതാക്കാനും കോടതികൾ ശ്രമിക്കാം. ഇത് ഇത്രയുമാണ് നമ്മളുടെ എവിഡൻസ് ആക്ടിന്റെ ഞാൻ വളരെ ക്യാപ്സ്യൂൾ ആയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കും.